ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് കൂടിയപ്പോൾ ചിന്തിച്ച വിഷയങ്ങളുടെ തുടർച്ച എന്നോണം തന്നെയാണ് ഇന്നും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ നാളെയും ഈ വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് പറയാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതായത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശത്തുണ്ടായ ആ ഒരു പ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദങ്ങളോ ചർച്ചകളോ എന്ന് വേണ്ട, അങ്ങനെ പലതും പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ശരിക്കും കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ സഹോദരങ്ങളോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അവതരിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ഗ്രഹിച്ചു എന്ന്. അതായത് കുറച്ച് പേരോടാണ് ഞാൻ അതൊക്കെ ചോദിച്ചത്. അതായത് ഇനി അടുത്തൊരു വിഷയത്തിൽ ചോദിക്കുമ്പോൾ ഇവരോട് ചോദിക്കില്ലായിരിക്കും, വേറെ കുറച്ച് പേരോടായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ അതൊക്കെ റൊട്ടേഷനിലാണ് പോകുന്നത്. അങ്ങനെ അവരിൽ പലരും അവരുടെ അഭിപ്രായങ്ങളും ചിന്തകളൊക്കെ പറയുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്തു. അപ്പം അതിലെല്ലാവരും ഊന്നി പറഞ്ഞ കാര്യം ഈ ആഭരണധാരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളും കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചില വാത്സല്യ സഹോദരങ്ങളോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു 4-5 മെസ്സേജുകൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആഭരണധാരണവുമായി ബന്ധപ്പെട്ട് ചില സെന്റൻസുകളൊക്കെ നമ്മൾ പറയുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ ആ ചർച്ചയ്ക്ക് തുടക്കമിട്ട പ്രസിദ്ധനായ ഉപദേശിയുടെ പേര് പോലും നമ്മൾ ഇതുവരെ പരാമർശിച്ചിട്ടില്ല. അങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ചർച്ച ചെയ്തു എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങ് ഒഴുക്കം മട്ടി പറഞ്ഞു വിടുക ചെയ്ത് ആ കാര്യങ്ങളൊക്കെ. ശരിക്കും നമ്മൾ പറഞ്ഞ ഈ 4-5 മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ 6-7 മണിക്കൂർ എങ്ങാണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം കൂടെ ആ മെസ്സേജുകളെല്ലാം എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സുവിശേഷത്താൽ തട്ടി ഉണർത്തുകയാണ്. അങ്ങനെ തട്ടി ഉണർത്തപ്പെട്ട് അവനെ ക്രൂശിന്റെ ദർശനത്തിലേക്ക് കൊണ്ടുവരികയാണ്. പിതാവ് അവനെ ആകർഷിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം അവനെ അറിയിക്കുകയാണ്. അതായത് സൃഷ്ടാവായ ദൈവം അവനെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവന് പാപബോധം കൊടുക്കുകയാണ്. അങ്ങനെ പാപബോധത്താൽ പിടിക്കപ്പെട്ടവൻ ക്രൂശിന്റെ ദർശനത്തിന് മുമ്പാകെ അടിയറ പറഞ്ഞുകൊണ്ട് വീണ്ടെടുപ്പിൻ പ്രക്രിയയിലേക്ക് വരികയാണ്. രക്ഷാമാർഗം കണ്ടെത്തുകയാണ്. സൃഷ്ടാവിനെ തിരിച്ചറിയുകയാണ്. കണ്ണ് തുറക്കപ്പെടുകയാണ്. താൻ ആരെന്ന് മനസ്സിലാക്കുകയാണ്. താൻ എത്ര വലിയ വിപത്തിലാണ്. ഭയാനകമായ ന്യായവിധി തന്റെ മേലുണ്ട്. ന്യായവിധിയുടെ വാള് തന്റെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനത്തെ കാഴ്ചകളെല്ലാമാണ് അങ്ങനത്തെ കാഴ്ചകളുടെ ചുരുളുകളാണ് നമ്മൾ അഴിച്ചഴിച്ചു കൊണ്ടുവന്നത്. നിങ്ങൾ ഓരോരുത്തരും പറയാണ്, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞ മെസ്സേജിനകത്തെല്ലാം ആഭരണധാരണത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് യൂട്യൂബിലൊക്കെ പ്രസംഗം കേൾക്കുന്നവരുണ്ട്. അവരൊക്കെ പറഞ്ഞാൽ സാരമില്ലെന്ന് വെക്കാം. നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മൾ ആഭരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. നമ്മൾ സംസാരിച്ചു വരുന്നത് ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. സോക്കോൾഡ് പെന്തിക്കോസ്റ്റ് പറഞ്ഞു വരുമ്പോൾ ഒരു ലീഗലിസത്തിലാണ് അത് ചെന്നെത്തുന്നത്. ആഭരണങ്ങൾ ഊരിക്കോ, മാല ഊരിക്കോ, കമ്മൽ ഊരിക്കോ, ഇപ്പൊ ശരിയാക്കൂ എന്നുള്ള രീതിയിൽ. നമ്മൾ ആ ലൈനിലല്ലെന്നേ പറയുന്നത്. അങ്ങനെ ഒരു ലൈനിലല്ല പറയുന്നത്. അസ്ഥാനത്ത് ഈ വിഷയം ചർച്ച ചെയ്യാറില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറയുക എന്ന് പറഞ്ഞാൽ രക്ഷയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് വിശ്വാസ സ്നാനം എന്ന വിഷയം ആധികാരികമായി ഉറപ്പിക്കാൻ നേരത്താണ് സമർപ്പിത ജീവിതത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവമായി അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ആളുകൾ ഡയറക്റ്റ് ആയിട്ട് പഴയ നിയമത്തിൽ നിന്നും അവിടെ നിന്നൊക്കെ വാക്യങ്ങൾ എടുത്ത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുവരും. അത് ചിലർ ഉൾക്കൊള്ളും, ചിലർ ഉൾക്കൊള്ളില്ല. പിന്നെ ചിലർ അതിന്റെ പേരിൽ നെറ്റി ചുളിക്കും. ചിലരുടെ പുരുകം പൊങ്ങി വരും. ചുമ്മാ അതൊക്കെ പറഞ്ഞ് അവരുടെ പുരുകമൊക്കെ പൊക്കി നിർത്തേണ്ട കാര്യം നമുക്കില്ല. അപ്പൊ പുരുകം താഴ്ന്നു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവനെ ആ പാപത്തിന്റെ ചേറ്റുകുഴി എത്രത്തോളം ആഴമുള്ളതാണ്, അത് എത്ര നിലയില്ലാക്കയമാണ്, അവിടുത്തെ നാറ്റം. മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ കേൾവിക്കാരന്റെ മൂക്കിലേക്ക് ആ ചേറ്റുകുഴിയിലെ നാറ്റം അടിച്ചു കയറണം. അവിടെ അധിക സമയം എനിക്ക് നിൽക്കാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവ് കൊടുക്കണം. അങ്ങനെ അവനെ ബോധ്യപ്പെടുത്തി ആ രക്ഷയുടെ മഹാത്മ്യം അവനെ മനസ്സിലാക്കിച്ച് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് രംഗത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ആളുകളെ ധരിപ്പിക്കാവുന്ന, പഠിപ്പിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അതായത് പുറപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ പറയുന്ന പോലെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തില് ഇസ്രായേലിന്റെ ആദ്യജാതനെയെല്ലാം, അതായത് മൃഗങ്ങളുടെ ആകട്ടെ മനുഷ്യന്റെ ആകട്ടെ കടിഞ്ഞൂലുകളെയെല്ലാം ആടിനെ കൊടുത്ത് വീണ്ടെടുക്കണം. അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിയില്ലെങ്കിൽ കഴുത്തൊടിച്ചു കൊല്ലണം എന്നുള്ളതാണല്ലോ എഴുതിയിരിക്കുന്നത്.
ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പുള്ളിനെ പറഞ്ഞു കേൾപ്പിക്കാം. ഏത് പുള്ളിനെയാ? പുരുകം പൊങ്ങി നിൽക്കുന്നയാളെ. നിങ്ങളാരും കണ്ടിട്ടില്ലേ ഈ പുരുകമൊക്കെ പൊങ്ങുന്നേ? ഈ പുരുകമൊക്കെ പൊങ്ങി നിൽക്കുന്ന ആളെ ഈ കാര്യം ധരിപ്പിക്കണം. ആദിജാതനെ എല്ലാം ആടിനെ കൊടുത്ത് വീണ്ടെടുക്കണം. അപ്പൊ അങ്ങനെ ആടിനെ കൊടുത്ത് വീണ്ടെടുക്കാത്ത കഴുതകളെ എല്ലാം കഴുത്തൊടിക്കണം. അതാണ് പ്രമാണം. ഇസ്രായേലിന്റെ തെരുവിൽ പോയി നമ്മൾ നോക്കിയാൽ ധാരാളം കഴുതകൾ ഇങ്ങനെ നടപ്പുണ്ട്. അതിനൊരു നിയമിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്താ കഴുത്തൊടിക്കുന്നത്. അപ്പോ ഇങ്ങനെ വല്ലാത്തൊരു കോലത്തിൽ അതെല്ലാം എന്നാ കഴുത്തൊടിക്കുന്നതെന്നുള്ള വിചാരത്തില് വേച്ചും പറിച്ചും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ പഴയ നിയമ ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ അവിടെ പറയുന്ന കഴുത എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നാം ഓരോരുത്തരുമാണ് ആ കഴുത. നമ്മുടെ കഴുത്തൊടിക്കാൻ വെച്ചിരുന്നതാ. അങ്ങനെ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ഇല്ലാതിരുന്ന കഴുതകളായ നമ്മെ ഒരു കണ്ണിനും അലിവ് തോന്നാതെ കഴുത്തൊടിക്കാൻ വെച്ചിരുന്നതാ. ആ നമ്മെ ദേവാട്ടിൻകുട്ടിയെ കൊടുത്തുകൊണ്ടാണ് വീണ്ടെടുത്തത്. ദൈവകുഞ്ഞാടിനെ നമുക്ക് പകരമായി കൊടുത്തുകൊണ്ടാണ് കഴുതകളായിരുന്ന നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചത്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതൊക്കെ അവിടെ വരികയാണ്. അടുത്തൊരു കാര്യം ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിന്റെ മകൻ യോനാഥാൻ, അദ്ദേഹത്തിന്റെ മകനായ മെഫീബോശേത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ദാവീദും മെഫീബോശേത്തും മുഖാമുഖം വരുന്നതും, അപ്പൊ ദാവീദ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നീ എന്റെ മേശയങ്ങളിൽ നിന്ന് നിത്യം ഭക്ഷിച്ചുകൊള്ളുക, നീ രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ജീവിച്ചു കൊള്ളാനുള്ള ആ രാജാവിന്റെ അതിനൊരു കൃപയെന്ന് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ മെഫീബോശേത്ത് അതിനൊന്നും അർഹനല്ല. ആ അർഹതയില്ലാത്ത സ്ഥാനത്തേക്കാണ് രാജകീയ പന്തി ഭോജനത്തിന് വേണ്ടി മെഫീബോശേത്തിനെ കൊണ്ടുവരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതേ വിഷയം വരുന്നുണ്ട്. മെഫീബോശേത്തുമായി ബന്ധപ്പെട്ട് ദാവീദ് സംസാരിക്കുന്ന ഒരു ഭാഗം. അവിടെ മെഫീബോശേത്ത് പറയുന്നുണ്ട്, ചത്ത നായെ പോലുള്ള അടിയനോട് നീ കാണിച്ച കടാക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മുന്നമേ നമ്മൾ കണ്ട പുറപ്പാട് പുസ്തകത്തിലെ കാര്യം കഴുത്തൊടിക്കാൻ വെച്ച കഴുതിയായിരുന്നു. ഇവിടെ പറഞ്ഞു വരുമ്പോ പറയാണ് ചത്ത നായെ പോലെയുള്ള അടിയനോടുള്ള നിന്റെ കടാക്ഷം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് ഒരുവനെ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം തിരുവെഴുത്തിനെ ആസ്പദമാക്കി പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ മനുഷ്യനാണെങ്കിൽ അവന്റെ ഹൃദയം അലിഞ്ഞു പോകും. അപ്പൊ പൊങ്ങി നിൽക്കുന്ന പുരുവൊക്കെ താഴേക്ക് വരും. അങ്ങനെ വീണ്ടെടുപ്പിൻ പ്രക്രിയയോടുള്ള ബന്ധത്തില് ഈ പറയപ്പെട്ട നിലയിൽ ഒരു പാവിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതും അടുത്തപടി അദ്ദേഹം വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും ദൈവരാജ്യത്തിന്റെ ഭാഗമാകുന്നതും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയും ക്രിസ്തുവിനെ ധരിക്കുക, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് പറയാനുണ്ട്. അവിടെയാണ് നമ്മുടെ കർത്താവിന്റെ തിരുസ്വരങ്ങൾ നമ്മൾ കൂടുതൽ മുഴക്കുന്നത്. നേരത്തെ അത്രയും മുഴക്കിയില്ല. നേരത്തെ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്നൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. മോനെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയടാ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ്, അതായത് നല്ല വാക്ക് പറഞ്ഞ് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതേസമയം രക്ഷ ആസ്വദിച്ച് മുൻപോട്ട് വന്ന അവനോട് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആ രക്ഷയിൽ തുടരുവാൻ, ദൈവിക സംരക്ഷണയിലേക്ക്, ആ പ്രൊട്ടക്ഷനിലേക്ക് വരണമെങ്കിൽ ക്രിസ്തുവിനോട് ചേരണം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. ഓക്കെ, എന്നാൽ അങ്ങനെ ആകട്ടെ എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ കക്ഷി വരുമ്പോൾ, ഏതാ ടിയാൻ അങ്ങനെ ഒരു ചിന്തയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ അഭിഷിക്തന്മാരിലൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, ഇരുന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് മതി, തിരക്ക് കൂട്ടണ്ട. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ജീവിതത്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അതായത് അനുദിനം ക്രൂശ് എടുക്കണം, പിന്നെ ഇത്യാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ഇതൊക്കെ ഉണ്ട് എന്ന ആ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയാണ്. അതായത് ഈ വിഷയം മലയാളക്കരയിൽ കത്തി നിന്നപ്പോൾ നമ്മൾ സമഗ്രമായ നിലയിൽ രക്ഷാ സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. നമുക്കറിയാവുന്ന ഒരു ബോധ്യമുണ്ട്, ഈ മെത്തേഡിലൊന്നും അല്ല നമ്മുടെ നാട്ടില് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആളുകൾ ഈ വിശ്വാസ വഴിയിലേക്ക് വന്നത്. പലരും പല പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ സമയങ്ങളിൽ അവിടെയൊക്കെ സുവിശേഷകന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കടന്നു ചെന്ന് അവരോട് എല്ലാം മാറും, പോരെ, കർത്താവ് സർവശക്തനാണ്, കർത്താവ് നടത്തും, അങ്ങനെ പറയാൻ കേട്ടോ, തെറ്റാന്നല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാം. പക്ഷെ അത് ദൈവരാജ്യ പ്രവേശനത്തിനുള്ള കാര്യപരിപാടിയല്ല, അതൊന്നും സുവിശേഷമല്ല. അത് നമ്മൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ വേദനയിൽ ഇരിക്കുന്നവരെ, പ്രശ്നത്തിലും പ്രതിസന്ധിയിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നതാണ്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം അഥവാ നമ്മുടെ സൃഷ്ടാവായ ദൈവം സർവശക്തനാണ്, അവിടത്തേക്ക് കഴിയാത്ത കാര്യമില്ല. നിന്റെ ഘനമേറിയ കാര്യങ്ങൾക്ക് അവിടെ നിന്ന് പരിഹാരം വരുത്തും. നീ രക്ഷകനെ കണ്ടെത്തണം, അന്വേഷിക്കണം കേട്ടോ, നീ ഒരു സത്യാന്വേഷി ആയിരിക്കണം.
എന്നതൊക്കെ നമുക്ക് പറഞ്ഞു കൊണ്ടുവരാം. അതൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അവനോട് ചോദിക്കണം. ഈ ആശ്വാസമൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ അല്പം സുവിശേഷം നിന്നോട് പറഞ്ഞു കൊള്ളട്ടെ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ സുവിശേഷം പറയണം. സുവിശേഷം പറഞ്ഞു വരുമ്പോ അതിനകത്ത് ഇതൊന്നും ഇല്ലെന്നേ. ഇതൊക്കെ നമ്മള് ദൈവമക്കൾ എന്നുള്ള നിലയിൽ ആശ്വാസ വചനങ്ങൾ പറയുന്നതാണ്. നമുക്കൊരു കമ്പാഷൻ ഉണ്ടല്ലോ. ആ കമ്പാഷനില് സഹജീവികളോട്, സമസൃഷ്ടങ്ങളോട് ഒരു ആർദ്രതയും മനസ്സലിവും ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അവരുടെ ആ തകർച്ചയിൽ, അവരുടെ ആ ശൂന്യതയിൽ, അവരുടെ ആ വല്ലായ്മയിൽ, ഇല്ലായ്മയിലൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരെ ധൈര്യപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും ഒക്കെ. സുവിശേഷം പറഞ്ഞു വരുമ്പോ അങ്ങനെയല്ലല്ലോ. സുവിശേഷം പറഞ്ഞു വരുമ്പോൾ അതങ്ങ് തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നവന്റെ പിൻതലമുറയോടാ പറയുന്നത്. പാപനിമിത്തം തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നവന്റെ പിൻതലമുറയോട്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപത്തിൻ കീഴിലാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ്, സകലരിലേക്കും അത് പരന്നിരിക്കുകയാണ്. അങ്ങനെ ഏക മനുഷ്യന്റെ ലംഘനത്താൽ എല്ലാവരും ശിക്ഷാവിധിക്ക് പാത്രീഭൂതരാകണം. ഈ കാര്യങ്ങളെല്ലാം അവിടെ പറയും. അപ്പൊ ശിക്ഷയുടെ കാഠിന്യം, ദൈവത്തിന്റെ നീതി ഇത്യാദി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് പാപബോധം വരുന്നത്. അങ്ങനെയല്ലേ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇതൊരു കീറാമുട്ടിയല്ല. ശരിക്കും ഉഴുതുമറിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി തകർന്നുറങ്ങിയ ഹൃദയത്തോടെ, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, എന്റെ മകൻ എന്ന വിളിക്ക് ഞാൻ യോഗ്യനല്ലെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ അപ്പൻ ചേർത്ത് നിർത്തി കയ്യിൽ മോതിരം ഇടിവിക്കും. മോതിരോ? മോതിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും സ്വർണ്ണക്കടയെന്നോ ജൗളിക്കടയെന്നോ കിട്ടുന്ന സാധനമല്ല ഈ മോതിരം എന്ന് പറയുന്നത്. മോതിരം എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തില് അധികാരത്തിന്റെ ചിഹ്നമാണ്. മുദ്രമോതിരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ മോതിരത്തിന്റെ മൂടി തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് രാജകീയ സീലാണത്. ആ മോതിരം കൊണ്ട്, മുദ്രമോതിരം കൊണ്ട് മുദ്ര ചാർത്തുക എന്നൊക്കെ പറഞ്ഞു കളയും. അതൊരു അധികാരമാണ് കാണിക്കുന്നത്. ഈ പറയപ്പെട്ട നിലയിൽ മടങ്ങി വന്ന ഒരുവനെ ഒരു വേലക്കാരനോ കൂലിക്കാരനോ ആയിട്ടല്ല കാണുന്നത്. എന്നെയും നിങ്ങളെയും കാണുന്നത് കൂലിക്കാരായിട്ടാണോ? നമ്മെ കാണുന്നത് പുത്രന്മാരെന്നുള്ള നിലയിലാണ്. അതായത് അപ്പന്റെ സകലത്തിന്റെ അവകാശികൾ എന്നുള്ള നിലയിലാണ്. അതാണ് സുവിശേഷത്തിന്റെ ആ ഒരു മർമ്മം ഇരിക്കുന്ന മേഖലകളാണ് അതെല്ലാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യമല്ല സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ മർമ്മം നിത്യജീവനാണ്. ആ നിത്യജീവനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ വാക്യം തുടങ്ങുന്നത് അതോ ജാതികൾ എന്ന് പറഞ്ഞാണ്. അപ്പൊ ദൈവസഭയ്ക്ക് അത് ജാതികൾ മാത്രമേ ഉള്ളൂ, ഇസ്രായേലിൽ ഇല്ലെന്ന് ചോദിച്ചാൽ നിശ്ചയമായി ഇസ്രായേലിലുണ്ട്. അതായത് എഫെസോസിലെ സഭ എന്ന് പറയുന്ന ജാതീയ സമൂഹത്തിൽ നിന്ന് വേർതിരിഞ്ഞു വന്നവരുടെ സംഘമായതുകൊണ്ട് ആ സഭയെ അഡ്രസ് ചെയ്യുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തി ഉറപ്പിക്കുന്ന ഒരു മേഖലയാണ് ഈ വാക്യത്തിൽ വരുന്നത്. അതായത് എന്റെ കേൾവിക്കാരായ പ്രിയ സഹോദരങ്ങളെ, ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന്, ഇസ്രായേലിലെ 12 ഗോത്രത്തിൽ നിന്നുമല്ല, മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്ന് ഈ വിശ്വാസ വഴിയിലേക്ക് വന്ന നിങ്ങളോടുള്ള ബന്ധത്തിലെ വാക്തത്വങ്ങളാ പറയുന്നത്. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ഇത്ര മഹത്തരമായ കാര്യങ്ങളാണ് ധരിപ്പിക്കേണ്ടത്. ഇത്ര മഹത്തരമായ കാര്യങ്ങൾ. ഇവിടെയുള്ള എന്തെങ്കിലും ചീള് കേസുകളല്ല, സില്ലി കാര്യങ്ങളല്ല സുവിശേഷ നിമിത്തം ഒരു വ്യക്തിയെ ധരിപ്പിക്കേണ്ടത്. അങ്ങനെ കിട്ടൂ ഇങ്ങനെ കിട്ടൂ എന്നൊക്കെ പറഞ്ഞല്ല. അതൊക്കെ കിട്ടൂന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ നിരാശപ്പെട്ടു. അതിനോടനുബന്ധിച്ചുള്ള ഒരു തെളിവ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇന്ന് ഒരു വാത്സല്യ സഹോദരനുമായി സംസാരിച്ചു. അദ്ദേഹം മധ്യ കേരളത്തിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്നതാണ്, താനും തന്റെ കുടുംബവും. അദ്ദേഹം ഈ വചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം ഞങ്ങളിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പറയായിരുന്നു, അതേസമയം അദ്ദേഹത്തിന്റെ സഹോദരിയും ഭർത്താവും, അതായത് അദ്ദേഹത്തിന്റെ അളിയനും ആ കുടുംബവും, അവര് വിശ്വാസ വഴി വന്നിട്ട് പിന്മാറിപ്പോയ കാര്യമാണ് പറയുന്നത്. ഫാമിലിയാണ് അവരുടെ. അതിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്നു. പിന്നത്തേതില് ആ പറയപ്പെട്ട അളിയനും പെങ്ങളും അവരുടെ പഴയ പൂർവാശ്രമത്തിലേക്ക് തിരിച്ചുപോയി. അതിൽ രസകരമായ കാര്യം എന്നാണെന്നറിയാവോ? ഈ വന്ന അളിയനും പെങ്ങളും, അതായത് അവരങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലുള്ള പ്രസിദ്ധമായൊരു ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ച് ഈ തിരുവല്ല കേന്ദ്രമാക്കിയ ഒരു പ്രസിദ്ധമായ ഒരു പെന്തക്കോസ്ത് ഓർഗനൈസേഷന്റെ ശുശ്രൂഷകരൊക്കെ ആയിട്ട് വന്ന് ഏതോ ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവര് കഴിഞ്ഞ നാളുകളിൽ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളിലെല്ലാം
ഇതെല്ലാം ശരിയാവും, ഇപ്പൊ ശരിയാക്കി തരാന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചത്. അപ്പോ അവരുദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും ശരിയായില്ല, ഒന്നും ഒത്തില്ല, കാര്യങ്ങളൊന്നും ഒത്തില്ല. അവർ വന്ന വഴിയെ തന്നെ തിരിച്ചുപോയി. ഞാൻ പറഞ്ഞതുപോലെ പൂർവാശ്രമത്തിലെ രീതികൾക്കനുസരിച്ച് അവരിപ്പൊ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ദുരന്തമാണ് സഹോദരങ്ങളെ അത്. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളും മോഹന സുന്ദര വാഗ്ദാനങ്ങളും ഒക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടുക്കുന്ന പോലെയൊക്കെ ആളുകൾക്ക് കൊടുത്ത ആളുകളെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നിർണയങ്ങളും ദൈവത്തിന്റെ പദ്ധതികളും നമുക്കറിയില്ല. അതറിയാതെ അങ്ങനെ ആളുകളോട് പറയാൻ പറ്റുമോ? സുവിശേഷത്തിന്റെ ഭാഗം എന്ന നിലയിലല്ല, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം, കാര്യങ്ങളെ പറയാം. അതല്ലാതെ ഈ പറഞ്ഞ നിലയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടാവും. അതിന്റെ കൂടുതൽ ആ സഹോദരൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. തന്റെ മാതാവും ഈ വിശ്വാസ വഴി വന്നു, അങ്ങനെ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് വന്നു. ശരീരത്തിന്റെ സമർപ്പണം എന്നുള്ള മിനിമം ബോധ്യങ്ങൾ, ഒത്തിരി വലിയ ബോധ്യങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ആ സംഘടനയുടെ രീതി അനുസരിച്ചായിരിക്കാം അമ്മ ഈ ആഭരണങ്ങളൊക്കെ റിമൂവ് ചെയ്ത്, അങ്ങനെയാണോ സ്നാനത്തിന് ഇറങ്ങി, അത് കഴിഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ഉപേക്ഷിച്ച് അമ്മ അങ്ങനെ സ്നാനപ്പെട്ട് മുന്നോട്ട് വന്നെന്നാണ്. എന്നാൽ കുറച്ചു കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ബലഹീനത ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ബലഹീനത കാണുമല്ലോ. ചിലർക്ക് ഈ മുറുക്കുന്ന ബലഹീനത ഉണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ബലഹീനത നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ അമ്മയുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് ഡൽഹി കേന്ദ്രമാക്കി തലയിൽ മുടിയില്ലാത്തൊരു ഉപദേശിയുടെ ഏതൊരു ബുക്ക്ലെറ്റോ എന്തൊക്കെ ഇങ്ങനെ വരും, മെസ്സഞ്ചർ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഏതാണ്ടെന്ന് തോന്നുന്നു അതിന്റെ പേര്, എന്തോ ഒരു പേരാ. അപ്പൊ അതിങ്ങനെ വായിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദുശീല നിമിത്തം ഈ അമ്മ അതിന്റെ ഉടമസ്ഥനായ മുടിയില്ലാത്ത ഉപദേശിയെ കണ്ടപ്പോ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ മുടിയില്ലാത്ത ഉപദേശി ഈ അമ്മയോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ കാതുമില്ല കഴുത്തുമില്ലാതെയൊക്കെ നിൽക്കണോ, നമുക്കിതെല്ലാം ഒക്കെ ഇട്ട് നല്ല മിടിമിടിക്കായിട്ട് ജീവിക്കണ്ടേന്ന് ചോദിച്ചു. നോക്കണേ, ഒരു ദുശീലം വരുത്തി വെക്കുന്ന കുഴപ്പം. അമ്മ നല്ല നിലയിൽ കാര്യങ്ങളെ കേട്ട് നല്ല ദേവദാസന്മാരുടെ ഒക്കെ പ്രസംഗം കേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ദുശീല നിമിത്തം അതിന്റെ ഉടമസ്ഥനായ ഡൽഹിക്കാരൻ, പുള്ളി ഇടയ്ക്ക് ഡാൻസ് ഒക്കെ കളിക്കും തോന്നുന്നു. അമ്മയോട് ഏതായാലും ഡാൻസ് കളിക്കാൻ പറഞ്ഞൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ ഇട്ട് നല്ല പിടിക്കുകയാവണമെന്നേ പറഞ്ഞുള്ളൂ. അമ്മ അതിനുള്ള അരക്കൈ നോക്കി എന്നുള്ളതാണ് ഈ സൗരം പറഞ്ഞത്. ഇദ്ദേഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലുണ്ടോന്നൊക്കെ അമ്മ ചോദിക്കുന്നത്. ഏത് ഈ പുള്ളികൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീലുണ്ടോന്ന്. ഈ സാധുക്കളായ മനുഷ്യരുടെ ഉള്ളിലെ ചിന്ത എന്താണെന്നറിയാവോ? ഈ ഇങ്ങനെ കുറെ പ്രസിദ്ധരായ കേമന്മാരെന്ന് പറയുന്നത് അവർക്ക് തെറ്റാവരമുണ്ട്, അവരെന്തു പറഞ്ഞാലും നമ്മൾ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാമെന്നുള്ളതാണ് പാവം അമ്മ ചിന്തിച്ചത്. അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. സുവിശേഷത്തിന്റെ ഗൗരവം അവതരിപ്പിക്കണം. ഈ ഭൂമിയിലുള്ള ഒരു കാര്യമല്ല നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർത്ത് വെച്ചല്ലേ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. എന്നാ കാര്യമാ? ഇവിടെയുള്ള ഒരു കാര്യമല്ല കേട്ടോ അതൊക്കെ. ഇവിടെയുള്ള ഒരു കാര്യമല്ല. വ്യാജന്മാരും വഞ്ചകരും കള്ളപ്രവാചകന്മാരും എന്ന് വേണ്ട അത്തരക്കാര്, അതായത് മുറിവൈദ്യന്മാര്, നമ്മുടെ നാട്ടിൽ അതിനെന്തെന്ന് പറയും, ലാടഗുരുക്കൾ എന്നോ അങ്ങനെയാണൊക്കെ പറയില്ലേ, അത്തരക്കാര്, അതായത് ഒത്തന്റിക് ആയിട്ടുള്ള ആളുകളല്ല. എന്നുവെച്ചാൽ അതായത് ഗവൺമെന്റ് അപ്രൂവൽ ഉള്ള ആൾക്കാരല്ല. അവരിങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ നടന്നിട്ടാണ് അവരുടെ മൈലെണ്ണ വയ്ക്കുന്നത്. അവരുടെ ഒരു തരം മൈലെണ്ണയാ. അത്തരം മൈലെണ്ണയുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. യഥാർത്ഥ ദൈവദാസന്മാര് ദൈവവചനത്തിന്റെ സത്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അല്ലാത്ത ആൾക്കാരാണ് ഒരു കണ്ണും കണ്ടിട്ടില്ല ചെവിയും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഇവിടെയുള്ള എന്തെങ്കിലും ആടോ മാടോ ആന്നൊക്കെ പറഞ്ഞു കളയുന്നത്. അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ വാത്സല്യ മാതാവ് ഈ മുടിയില്ലാത്ത ഉപദേശി പറയുന്ന കേട്ടിട്ട് ഈ അതിസാഹസികതയ്ക്ക് പോയി. അത് ആ സഹോദരനോട് ഒന്നോട് ചോദിക്കേണ്ടി വരും. അമ്മ പഴയ ഇതൊക്കെ അടഞ്ഞു തുടങ്ങും, കുറെ കാലം കഴിഞ്ഞ് ഇതൊക്കെ അടയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, കുറെ കാലം കഴിഞ്ഞ് ഇതൊക്കെ അടയും. അപ്പൊ അങ്ങനെ പ്ലാനും പദ്ധതിയൊക്കെ ഉള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇത് അടയാതെ വല്ല കമ്പിയോ പോലൊക്കെ ഇടയ്ക്കിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം. പിന്നീട് ഛർദ്ദിച്ചത് കൈകാര്യം ചെയ്യാൻ ഛർദ്ദിച്ചതോ പിന്നീട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യപരിപാടി പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് അടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും അമ്മയുടെ കാര്യത്തിൽ എനിക്ക് അറിയില്ല. അപ്പം അതിനോടനുബന്ധിച്ച് പറയട്ടെ, അങ്ങനെ എന്താ അതിനോടനുബന്ധിച്ചെന്ന് പറഞ്ഞേ, ഇങ്ങനെ ഈ പേര് കേട്ട ഏതെങ്കിലും പ്രസിദ്ധനായ ഉപദേശിയോ അല്ലെങ്കിൽ ലോകപ്രശസ്തനായവൻ വന്ന് പറഞ്ഞാലും നമ്മുടെ സഹോദരി സഹോദരന്മാരൊന്നും അങ്ങനെയൊന്നും ഈ പരിപാടിക്ക് പോകില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ബലഹീന വിശ്വാസികളുണ്ട് ലോകത്ത്, എല്ലായിടത്തും ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധുക്കളായ പ്രിയപ്പെട്ടവരെയൊക്കെ ആളുകൾ വഞ്ചിക്കും. അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ആ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നി. അതൊരു ഗൗരവമായ മെസ്സേജാണ്. അതായത് അത് ചുമ്മാ ഒരു ആഭരണ മെസ്സേജ് ഒന്നും അല്ല. അതിനകത്ത് ആഭരണമൊന്നും അല്ല പ്രാധാന്യമുള്ള കാര്യം. വെളിപ്പാടുകളാണ് നമ്മൾ പറഞ്ഞത്. വെളിപ്പാടുകൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്.
ചേർത്ത് വെച്ച് ദൈവസഭയെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മയും കൂടെ ചേർത്ത് വെച്ചാ പറയുന്നത്. അതായത് നമ്മയും കൂടി അതിനോട് ചേർത്ത് വെച്ചാണ് ആ വെളിപ്പാടുകൾ പറഞ്ഞത്. അതൊക്കെ പറയാനായിട്ട് നമ്മൾ പല ഭാഗങ്ങൾ എടുത്തു. അതൊക്കെ പറയാനായിട്ട് നമ്മൾ പഴയ നിയമ ഭാഗങ്ങളെ എടുത്തു. പുതിയ നിയമ ഭാഗത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ ചില സൂചനകൾ കൊണ്ടുവന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ പറഞ്ഞു. അതിനോടുകൂടി റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 20 മുതൽ താഴേക്കുള്ള വാക്യവും മറ്റുവാ ആ ഭാഗം. അതായത് ആ പുത്രത്വത്തിന് വേണ്ടി ഞരങ്ങുന്ന കാര്യമൊക്കെ ഇതെല്ലാം ചേർത്താ നമ്മൾ പറഞ്ഞു പോയത്. ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് അതിലെ വെളിപ്പാടുകൾ എന്തായിരുന്നെന്നൊക്കെ ഉള്ളത് ആമുഖത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് കൂടാരത്തിനകത്ത് പൊന്നിന്റെ പണിയുണ്ട്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന യേശു ക്രിസ്തുവിന്റെ മാറത്ത് പൊൻകച്ചയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ലോകത്തിലെ സകലമാന വിശ്വാസികളും ഉപദേശികളും തിക്കിത്തിരക്കി വരുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ, അവിടെയെല്ലാം പൊന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചിടും, ഉപദേശി നിനക്ക് തടുക്കാമെങ്കിൽ തടുത്തോ, അങ്ങനെയൊക്കെ പറഞ്ഞാ വരുന്നത്. അതിന് മാത്രം ഇങ്കുലാവെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ പോയി വല്ല തട്ടാനയും കാണുക, തുളയ്ക്കുക, പിടിക്കുക, ഇടുക. അതിന് നമ്മളാരും അതിനൊന്നും എതിരല്ല സഹോദരങ്ങളെ. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. നമ്മുടെ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ചില സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. എന്നോട് 1-2 സഹോദരിമാര് പറഞ്ഞു, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിരിച്ചോണ്ട് പ്രസംഗിക്കാൻ മേലെന്ന്. മുഖഭാവമൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ദേഷ്യത്തിലിരുന്ന് പറയുന്ന പോലെയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ നോക്കി. അവർ പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട്. ശരിക്കും വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് ദേഷ്യപ്പെട്ടതുപോലെ ഇരുന്നാ പറയുന്നത്. അങ്ങനെ ദേഷ്യപ്പെട്ട് പറയേണ്ട കാര്യമൊന്നും അല്ലല്ലോ ഇത്. ഞാൻ ദേഷ്യപ്പെട്ടു അല്ല പറയുന്നത്. അയ്യോ, ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ചിന്ത എന്താ, ഈ കാര്യങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെ പറഞ്ഞു തന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തുറന്നു കൊണ്ടുവരുന്നത്. അപ്പൊ വലിയ വമ്പന്മാരും കേവന്മാരുമായ ആളുകള് ജനത്തെ മറിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പൊ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കും കുറെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ പാസ്റ്റർക്ക് പാരമ്പര്യം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു പാരമ്പര്യമില്ല. ഉള്ള പാരമ്പര്യം ഞാൻ പറഞ്ഞ ചേറ്റുകുഴിയുടെ പാരമ്പര്യമാണ്. അവിടെ നിന്ന് കൃപയാൽ പൊക്കി എടുത്തോട്ട് വന്നതാ. അപ്പൊ ഇത്ര ഒച്ചത്തിൽ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യങ്ങളുണ്ടെന്നേ. സത്യങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഒച്ചത്തിൽ പറയുന്നത്. സത്യങ്ങൾ ഇല്ലാത്തവൻ അങ്ങനെ ഒച്ചത്തിൽ പറയോ? നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കിയേ, അവിടുത്തെ SI സംസാരിക്കുന്നതും അവിടെ കേടിയായിട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്ന ഒരുത്തൻ അവിടെ കയ്യിൽ കൊണ്ട് കൊടുത്ത് നിപ്പുണ്ട് ആ സൈഡില്. അവൻ സംസാരിക്കുന്ന തമ്മിൽ ശബ്ദത്തിന് വ്യത്യാസമില്ലേ? അതെന്താ അവിടുത്തെ ഇൻസ്പെക്ടർ സംസാരിക്കുമ്പോൾ ശബ്ദത്തിനൊരു കനമുള്ളത്? കാരണം അയാൾ അധികാരിയാണ്, അയാൾക്ക് നല്ല ബോധ്യമാണ് എന്നെ ഗവൺമെന്റ് ഓഫ് കേരളയാണ് നിയമിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ശബ്ദത്തിൽ ആ ഗാംഭീര്യം ഉള്ളത്. അത് എനിക്കും ആ ബോധ്യമുണ്ട്. ഉയരത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെട്ട് വേലയ്ക്ക് നിൽക്കുകയാണെന്ന്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനകത്ത് അതോറിറ്റി ഉണ്ടാവും. കഞ്ഞാ കുഞ്ഞാ കിഞ്ഞ ഒന്നും വർത്താനം പറയില്ല. പറഞ്ഞ കാര്യം പറഞ്ഞതാ. അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാ, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നമ്മുടെ ആ മെസ്സേജ്, ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പൊ അത് യൂട്യൂബിൽ ഇട്ടപ്പോ അതിന് ഒരു നല്ല തലക്കെട്ടൊക്കെ കൊടുക്കണം, എന്നാലേ ആളുകൾ കേൾക്കുകയുള്ളൂ. അതായത് തലക്കെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് നോക്കുമ്പോ കൊള്ളാം, ഇതൊന്ന് കേട്ട് നോക്കിയേക്കാം എന്ന് പറഞ്ഞ ആളുകളൊന്ന് വരുത്തണം. അപ്പൊ അതിനൊന്നും നമുക്ക് എപ്പോഴും സമയം കിട്ടാറില്ല. നമ്മളും പല തിരക്കിലൊക്കെ അല്ലേ. അപ്പൊ ഒരു ഹെഡിങ് കൊടുത്തു, ഇതൊക്കെ അബദ്ധമായി പോയിന്ന് എന്തോ പറഞ്ഞ് അതൊന്നും ആളുകൾ ഗവനിച്ചില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു ഒരു ദിവസം കഴിഞ്ഞപ്പോ, ദൈവമേ, നല്ലൊരു മെസ്സേജ് ആയിരുന്നല്ലോ. മലയാളി പെന്തിക്കോസിന് അത് പ്രയോജനമാണ്, ദോഷമൊന്നുമല്ല, ഗുണമാണ്, വെളിപ്പാടുകളാണല്ലോ. അതായത് ആളുകൾ അതൊക്കെ ഒന്ന് കേട്ടുകൊള്ളട്ടെ എന്നുള്ള വിചാരത്തിൽ ഞാൻ അതിന്റെ അലകും പിടിയും ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് ഒരു നിർദ്ദേശം വെച്ചു. അപ്പൊ അങ്ങനെ അതിന്റെ പിക്ചറൊക്കെ മാറി, അതിന്റെ തലക്കെട്ടൊക്കെ മാറി. തലക്കെട്ട് ഇപ്പൊ എങ്ങനെയാ വന്നിരിക്കുന്നേ? പെട്ടകത്തിലും പൊന്ന്, മാറത്തും പൊൻകച്ച. പിന്നെ ആർക്കാ ഇത്ര എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പൂരിപ്പിച്ചിട്ടില്ല. അതായത് പിന്നെ ആർക്കാ ഇത്ര വിഷമെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതായത് ഇവിടെയൊക്കെ പൊന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നാ ഇത്ര ബുദ്ധിമുട്ടെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഹെഡിങ് അഥവാ തലക്കെട്ട് കണ്ട ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇയാൾ ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെയും പൊന്നുണ്ട് ഇവിടെയും പൊന്നുണ്ട്, ഇപ്പൊ പൊന്നിടാമെന്നുള്ള നിലയിലേക്ക് ഇയാള് ഒന്നുറങ്ങി എഴുന്നേറ്റ് ഇപ്പൊ മാറിയോ എന്ന് ചിന്തിച്ച ആളുകൾ വന്ന് അവിടെ ചീത്തയൊക്കെ പറഞ്ഞു. പലരും, ചിലരൊക്കെ പലയിടങ്ങളിൽ, അതായത് നമ്മുടെ സഹോദരന്മാർ ഇതൊക്കെ കൊണ്ടുപോയി പല ഗ്രൂപ്പുകളിൽ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യും. ആളുകൾ കേൾക്കട്ടെ എന്ന് ഓർത്താണ്. അതായത് ഈ വഴിനീളം കൊണ്ടുപോയി ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കില്ലേ ആളുകൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവർ ഇത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടും. എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ കാര്യം. കാരണം ഒത്തിരി സ്റ്റാൻഡേർഡ് ഉള്ളവർ അങ്ങനെ ചെയ്യില്ല. സ്റ്റാൻഡേർഡ് കുറഞ്ഞ കുറെ സഹോദരന്മാരുണ്ട് നമുക്ക്, ചുമ്മാ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാ. അവരിങ്ങനെ ഇത് ആളുകളെയൊക്കെ അറിയിക്കണമെന്നുള്ള ധാരണയിൽ അങ്ങനെയൊക്കെ ചെയ്യും. സ്റ്റാൻഡേർഡ് ഉള്ളവരും ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ആഢ്യത്യമുള്ള സ്റ്റാൻഡേർഡുള്ള ഹൈ സ്റ്റാൻഡേർഡുള്ള സഹോദരി സഹോദരന്മാരുണ്ട്. അതുപോലെയല്ല, ചിലർ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്തവരുണ്ട്. അതായത് എന്റെ സ്റ്റാൻഡേർഡ് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അവരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ അറിയിക്കും.
അറിയിച്ചതിന്റെ പേരിൽ മാലോകരെല്ലാം അത് കാണുമല്ലോ. അപ്പം ആളുകള് അവിടെ വ്യത്യസ്ത നിലയിൽ വന്നാ പറയുന്നത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? മാറത്ത് പൊൻകച്ചിയുണ്ടോ? എന്നൊരു കാര്യം ചെയ്യേ, നാക്കിലൊരു വാളും കൂടെ കെട്ടിവെക്ക്. മാറത്ത് പൊൻകച്ചി ഉണ്ടെങ്കിൽ അവർ ആഭരണ വിരോധികളാകട്ടോ. ആ സഹോദരന്മാരൊക്കെ ആഭരണ വിരോധികളാണ്. പെട്ടകത്തിൽ പൊന്നുണ്ടോ? ഓഹോ. അപ്പൊ വേറൊരാൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാണ്, യാക്കോബിന് 2 ഭാര്യമാരുണ്ടല്ലോ, അങ്ങനെയാണ് 2 കൊണ്ടുപോകുന്നൊക്കെ. ആ രീതിയിൽ സരസന്മാരാ എല്ലാവരും. ഒരു നേരം പോക്ക് വേണ്ടെന്ന് ഓർത്തായിരിക്കാം. മൊത്തത്തിലൊരു വരിഞ്ഞു മുറുകിയ അന്തരീക്ഷം ഉണ്ടല്ലോ. അപ്പൊ അതിനെ ഒന്ന് നർമ്മം കൊണ്ട് ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അവർ ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സഹോദരന്മാര്, ഞാൻ പറഞ്ഞു, അവര് പല ഗ്രൂപ്പുകളിലൊക്കെ ഇത് കൊണ്ടുപോയി കൈകാര്യം ചെയ്യും. അവിടെ ചോദ്യങ്ങളൊക്കെ വരാം. എല്ലാത്തിനൊന്നും മറുപടി പറയാറില്ല. ചിലപ്പോൾ ചിലതിനൊക്കെ മറുപടി പറയും. അപ്പോൾ അങ്ങനെ ഒരു സഹോദരൻ ഇങ്ങനെ ഏതൊക്കെയോ പറഞ്ഞു വന്നപ്പോ ഇതൊക്കെ ചുമ്മാ കുഴപ്പമാണ്, മനുഷ്യന്റെ പരിപാടിയാണ്, തിമോത്തിയോസിന്റെ ലേഖനം പൗലോസിന്റെ വെറും തോന്നലാണ്, ആലോചനയാണെന്നൊക്കെ പറഞ്ഞൊക്കെയാ വരുന്നത് ഓരോരുത്തർ. തിമോത്തിയോസിന്റെ ലേഖനം വെറും മാനുഷിക ആലോചനയാണെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ എന്തെല്ലാം സൈസ് വെളിപ്പാടുകൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയെന്നറിയാവോ? ഇതൊന്നും ബൈബിളിന്റെ ഉപദേശമല്ല. ഇങ്ങനെ ഈ ശരീരത്തിന്റെ സമർപ്പണമൊന്നും ബൈബിള് പറയുന്നില്ല. അങ്ങനെയുള്ള എന്തോ ഒരു നിലയിൽ അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം ആ കൂട്ടത്തിൽ ഒരു അഡ്വൈസും കൂടെ തന്നു, ബൈബിൾ ഇടയ്ക്കൊക്കെ വായിക്കണമെന്നുള്ളത്. അപ്പൊ അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത്, ഞങ്ങളും ബൈബിളൊക്കെ വായിക്കാറുണ്ട്, അത്യാവശ്യമൊക്കെ വായിക്കും എന്നുള്ള നിലയിൽ. അതായത് ആ സഹോദരന് തിരിച്ചു കൊടുത്ത മറുപടിയിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളും ബൈബിളൊക്കെ വായിക്കാറുണ്ട്, കൂട്ടത്തിൽ ഇങ്ങനെ ചേർത്ത് പറഞ്ഞു. അതായത് ഈ ആളുകളെ ആഭരണം ധരിപ്പിക്കണം എന്നുള്ള വാശിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപറ്റം ആൾക്കാർ അങ്ങനെയാ പറയുന്നത്, ഇത് ധരിച്ചേ തീരൂ എന്നുള്ള രീതിയിലാണ് അവർ കിടന്ന് അട്ടഹസിക്കുന്നതും ബഹളം വയ്ക്കുന്നതും ഒക്കെ. അപ്പൊ അത്തരക്കാർക്കൊന്നും ഇതിന്റെ ABC അറിയില്ലെന്ന് നമ്മൾ തറപ്പിച്ചാന്നേ പറയുന്നത്. ഊഹാപോഹമൊന്നുമല്ല, നല്ല കൃത്യമായിട്ടാ പറയുന്നത്, തറപ്പിച്ച് തന്നെയാ പറയുന്നത്. അപ്പൊ അതിനടിയിൽ ഒരു ബിരുദൻ, അവനൊരു പാരമ്പര്യ പെന്തിക്കോസ്തുകാരനാണ്, എനിക്കറിയാം. അതായത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു വിദ്വാനാണ്. പക്ഷെ ഇപ്പൊ പുള്ളിയുടെ കൂട്ടുകെട്ട് മുഴുവനും ന്യൂജൻ പെന്തിക്കോസ്തിന്റെ കൂടെയും വേറെ ചില തലതിരിഞ്ഞ ആളുകളുടെ കൂട്ടത്തിലൊക്കെ, അതായത് ഈ മണർകാടുകാരൻ ഒരുത്തിന് ഇപ്പൊ വലിയ താടി മുടിയൊക്കെ നീട്ടി നടപ്പുണ്ടല്ലോ, ആ വിദ്വാന്റെ ഒക്കെ കൂട്ടുകൂടി നടക്കുന്ന ഒരു ചങ്ങാതിയാണ്. അപ്പൊ ഇവരെല്ലാം ഭയങ്കര പച്ച പരിഷ്കാരികളും ദൈവവചന സത്യങ്ങളെ പറയുന്നവരും ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരും ഒക്കെ പരീശന്മാരെന്ന് വിളിക്കുന്ന കേമന്മാരാണ്. അത്തരത്തിൽപ്പെട്ട ഈ കേമൻ അവിടെ വന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എഴുതി വെച്ചു. അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിന്റെ ഈ അടപ്പ് തുറന്നുവിട്ട പ്രസിദ്ധനായ ഉപദേശി ഉണ്ടല്ലോ, നെടുമ്പ്രംകാരൻ ഉപദേശി, ആ ഉപദേശിയെക്കാളും കേമനാണോ താങ്കൾ, അതിലും മുകളിലാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതായത് പുള്ളി സാധാരണ നമ്മുടെ പല മെസ്സേജുകളുടെ അടിയിലും വന്നിട്ട് അനാവശ്യമായ രീതിയിൽ എഴുതുകയും പിടിക്കുകയും നമ്മളത് മൈൻഡ് ചെയ്യാതെ വിട്ട് കളയാറാ പതിവ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ യഥാർത്ഥ പെന്തക്കോസ്റ്റ് സമൂഹത്തിനെതിരെ ഈ വല്ലാത്ത വർത്തമാനം പറഞ്ഞു നടക്കുന്ന ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ആളാണ് പുള്ളി. അതുകൊണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാത്തതും മൈൻഡ് ചെയ്യാത്തതും വിട്ട് കളയാറാ പതിവ്. അപ്പൊ ഈ ചോദ്യത്തിന് നമ്മൾ പ്രതികരിച്ചു, നമ്മൾ അതിനൊരു മറുപടി കൊടുത്തു. ആ മറുപടി ഇത്തിരി ഹാർഡായിരുന്നു, തുറന്നു പറയാലോ, ഇച്ചിരി ഹാർഡായിരുന്നു. എന്ന് വെച്ചാല് ആ രീതിയിലാണ് പുള്ളി പറഞ്ഞു വന്നത്. അപ്പൊ ഈ ആളെ കുറിച്ച് എനിക്കറിയാം, നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ മെസ്സേജ് കേൾക്കുന്നവരോ കമന്റ് കൈകാര്യം ചെയ്യുന്നവർക്കോ ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, മണർകാടുന്ന് പറന്നുപോയി ഇപ്പൊ താടി മുടിയായിട്ട് അമേരിക്കയിൽ ഏതിലൊക്കെയോ സഞ്ചരിക്കുന്ന ഒരു ചങ്ങാതിയുടെ ഒക്കെ കൂട്ടുകാരനാന്ന് പറയുമ്പോൾ ഏത് ടൈപ്പാന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പോസ്റ്റിനടിയിൽ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ തിരിച്ച് 1-2 വാക്കുകൾ, ചീത്തയൊന്നും പറഞ്ഞെന്നല്ല, അത് ഇച്ചിരി മൂർച്ചയുള്ള ഒരു നിലയിലാണ് പറഞ്ഞത്. നമ്മുടെ ഒരു വാത്സല്യ സഹോദരൻ അതിനോടനുബന്ധിച്ച് പിന്നത്തേത് പറയായിരുന്നു, ആ വ്യക്തി ഒരു നിലവാരമില്ലാത്ത വ്യക്തിയായിരിക്കാം, പക്ഷെ നമ്മൾ അങ്ങനെയുള്ളവർക്ക് മറുപടി കൊടുക്കുകയും അതിനെ കുറിച്ച് ഗൗരവത്തിൽ തന്നെ മറുപടിയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി പറയാനുള്ളതുമായ കാര്യങ്ങൾക്ക് ഒത്തുപോവോ, അത് പുറമേ നിന്ന് വന്ന് കാണുന്ന ബലഹീന വിശ്വാസികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശേലുകേടില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. ഞാൻ റെസ്പോണ്ട് ചെയ്തു ആ സഹോദരനോട്, കറക്റ്റ്, നീ പറഞ്ഞതാണ് കറക്റ്റ്. ചില സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂട്ടു സഹോദരങ്ങളിലൂടെ നമ്മോട് ഇടപെടും, സംസാരിക്കും. ഇപ്പൊ ഞാൻ അവന് ഉറപ്പ് കൊടുത്തു, ആ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് ഞാൻ ആ സഹോദരനോട് പറയുകയും ചെയ്തു. ഞാനിപ്പോ ഈ പറഞ്ഞ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണില്ല, ഞങ്ങൾ ചിലർക്കൊക്കെ മനസ്സിലായി. അപ്പോ അവിടെ ആ സഹോദരൻ ചോദിച്ച ചോദ്യം എന്താ, ഈ പറയപ്പെട്ട പ്രസിദ്ധനായ ആളെക്കാളും കേമനാണോ? അതെന്നാ വർത്തമാന സഹോദരങ്ങളെ, മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ പൊതുവെ ചോദിക്കുക,
ഇത് കേട്ടിട്ട് തന്നെ എനിക്കൊരു ഞെട്ടലായി പോയി. ഈ അടുത്ത കാലത്ത് ഞാൻ അതുപോലെ ഞെട്ടിയിട്ടില്ല. ആ ഞെട്ടലിൽ നിന്നാണ് നമ്മൾ പ്രതികരിച്ചത്. പെന്തിക്കോസുകാർക്ക് പോപ്പുണ്ടോ? പെന്തിക്കോസുകാരുടെ പോപ്പ് ഇരിക്കുന്ന നെടുമ്പുറത്താണോ? പെന്തക്കോസ്തുകാരുടെ പോപ്പ് ഇരിക്കുന്ന നെടുമ്പുറത്താണോ? അദ്ദേഹത്തിന് എന്നാ തെറ്റാവരം വല്ലതും ഉണ്ടോ? അദ്ദേഹത്തിലൂടെയാണോ ദൈവം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്? വേറെ ആരിലൂടെയും ദൈവം സംസാരിക്കില്ലേ? അദ്ദേഹത്തെ കർത്താവ് വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. റെസ്പെക്റ്റിന് എന്നാ കുറവ്? അതുപോലെ നമ്മയും വേലയ്ക്ക് വിളിച്ചതാന്നേ. സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ വചനങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അനുചര വൃന്ദങ്ങൾ നിന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ഇതിന് വാക്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ബേസ്ലെസ് ആയിട്ടുള്ള കാര്യം എന്നാണ് അവർ പറയുന്നത്. അവർ അങ്ങനെയൊക്കെയാ പറയുന്നത്. ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുതിയ നിയമത്തിൽ ഇതിന് വാക്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലേ നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പാവിയുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുൻപോട്ട് വരുന്നതും അവന്റെ ശരീരത്തിന്റെ സമർപ്പണവും അവന്റെ മുഴു ജീവിതവും ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷമുള്ള മുൻപോട്ടുള്ള അവന്റെ ജീവിതം, അതായത് അവന്റെ പ്രയാണം, അത് കഴിഞ്ഞിട്ട് അതിന്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അതിന്റെ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. അതായത് ബലിപീഠത്തിലേക്ക് എത്തുകയാണല്ലോ, ബലിപീഠത്തിലേക്ക് എത്തുകയാണ്. ആ എത്തുന്ന സമയത്ത് ഒത്തിരി വാക്യങ്ങളുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഗലാത്യ ലേഖനത്തിലെ വാക്യം നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. അവനാൽ ഞാൻ ലോകത്തിൽ, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ബലിപീഠത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു വാക്കാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പദപ്രയോഗമാണ്. അതായത് അവൻ ക്രൂശിക്കപ്പെടുകയാണ്, അനുദിനം ക്രൂശിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുന്ന അവനോടുള്ള ബന്ധത്തിലാണ് 2 കൊരിന്ത്യർ ലേഖനം 5:14-15 വരുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ട് മരിച്ചുയർത്തവന് വേണ്ടി തന്നെ ജീവിക്കണം. ആ വാക്യമൊക്കെ നിങ്ങൾ പോയി ധ്യാനിക്കണം. നിങ്ങൾക്കൊക്കെ സ്വന്തമായി ബൈബിളുണ്ട്, സ്വന്തമായി വാക്യമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് മാത്രം ഗൗരവമായിട്ട് എടുക്കണ്ട. സ്വന്തമായി വാക്യമുള്ളവർ സ്വന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് ചോദിക്കുക, ഇങ്ങനെ ഈ പറയുന്നതിൽ ന്യായമുണ്ടോ, കാര്യമുണ്ടോ? ഇനി ജീവിക്കുന്നവര് തങ്ങൾക്കായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ലേ? സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും ഒന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ലേ എന്നുള്ള ചോദ്യമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ എങ്ങനെ വേണേലും നടന്നോ എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നതെങ്കിൽ നിങ്ങൾ നടന്നോ. ആരാ നിങ്ങളെ തടുക്കാൻ വരുന്നത്? അയ്യോ, ഒരു തടുക്കാനും ആരും വരുന്നില്ല. എങ്ങനെ വേണേലും ജീവിച്ചോ. നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിന്റെ പ്രകാശനത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സമർത്ഥമായ നിലയിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ദൈവസഭയുടെ ഉപദേശമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. മാനസാന്തരപ്പെട്ടു വരുന്ന പാപി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. അതൊക്കെ ഉപദേശമല്ലേ? അങ്ങനെ സ്നാനമേൽക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തെ ഒരു ബലിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അതൊരു ഉപദേശമല്ലേ? അതേ തോന്നലാണോ? അതായത് തുടർന്നുള്ള ജീവിതം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണമെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം, അല്ലാതെ സാധ്യമല്ല. അതാണ് അതിന്റെ തത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഗൗരവമായ കാര്യം തോന്നലുകളാണോ? അപ്പൊ എന്താ സഹോദരനോട് എഴുതിയേ? മേൽ പറയപ്പെട്ട അദ്ദേഹത്തെക്കാളും നിങ്ങൾ വലിയ പുള്ളിയാണോ, അതിനു മുകളിലാണോ എന്നാ ചോദിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിന് എന്താ തെറ്റാവരമുണ്ടോ? നമ്മൾ അദ്ദേഹത്തെ എടുത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം പെന്തക്കോസ്തിന്റെ ഫ്രെയിമിൽ നിന്ന്, അതിന്റെ ഉപദേശ സംഹിതകളിൽ നിന്ന്, അതിന്റെ ചിന്താധാരകളിൽ നിന്ന് പുറത്തു പോയാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒത്തിരി തെളിവുകളുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം വെച്ച് നമുക്ക് അദ്ദേഹത്തെയും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് തന്നെയല്ല, പിന്നീട് അടുത്തൊരു സെന്റൻസിൽ ഈ മാന്യ സഹോദരൻ എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു ചാനൽ തുടങ്ങിയ ആളാണെന്ന്. അവിടെ തന്നെ പോയി. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലല്ല അദ്ദേഹത്തിന്റെ ചാനലും പരിപാടികളും എന്ന് യഥാർത്ഥ പെന്തക്കോസ്തുകാർക്ക് എല്ലാം അറിയാം. അതായത് ഒരുപറ്റം പെന്തക്കോസ്തുകാരെ പറഞ്ഞു പറ്റിച്ച് അവരുടെ പോക്കറ്റിലെ ചില്ലറിയെല്ലാം മേടിച്ച് കുറെ പണക്കാരായ, വേർപാടുമില്ല, വിശുദ്ധി ഇല്ലാത്ത പെന്തക്കോസ്തുകാരെ എല്ലാം കൂട്ടിക്കൊണ്ട് അതിന്റെ ഡയറക്ട് ബോർഡ് ഒക്കെ ഉണ്ടാക്കി അവര് തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയാ. അതിനകത്ത് പ്രസംഗിക്കുന്നത് വീണ്ടു ജനനത്തെ കുറിച്ച് ABCD അറിയാൻ മേലാത്ത അച്ഛനും മെത്രാനും കപ്പ്യാരും ഒക്കെയാ. വിശുദ്ധ ജീവിതത്തെ കുറിച്ചോ യഥാർത്ഥ പൗരോഹിത്യത്തെ കുറിച്ചോ ഒരു ചിന്തയില്ല, ബോധ്യമില്ലാത്ത ആളുകളല്ലേ. പിന്നെ പ്രസംഗിക്കുന്ന ആരാ? ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാര്. പിന്നെ ഞങ്ങളുടെ ദേശത്തുള്ള യോഹന്നാൻ സാറൊക്കെയാ പ്രസംഗിക്കുന്നത്. ലീലാമേ ശോശമ്മേ മറിയാമ്മേ, അതായത് മനം മാറിയാ മതി, മതം മാറണ്ട, പിന്നെ അത് മാറണ്ട ഇത് മാറണ്ട, നിൽക്കുന്നിടത്ത് നിന്നാ മതി എന്ന ഫറവോന്യ തത്വമാണ് അവിടെ പ്രഘോഷിക്കപ്പെട്ടത്. ആ ദിക്കിൽ നിന്ന് പ്രൊഫസറിന്റെ പ്രസംഗത്തിലൂടെ എന്താ വെളിപ്പെടുന്നത്? ഫറവോന്യ ആലോചനയാണ് വെളിപ്പെടുന്നത്. ഫറവോന്റെ ആലോചന എന്നാ? നിങ്ങൾ ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ കഷ്ടപ്പെടുത്തണോ?
നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഞാൻ മിസ്രൈമിൽ തരാം. യാഗം നടത്താൻ ആട് വേണോ, മാട് വേണോ, കോഴി വേണോ, എന്നെ വേണം, ഞാൻ തരാം. നിങ്ങൾ ഈ മരുഭൂമിയിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. ഇത് അവിവേകമാണ് കേട്ടോ, ഇതൊരു എടുത്തിയാട്ടമാണ്. ഇതിനൊന്നും നിങ്ങൾ തുനിയാതിരിക്കുക നല്ലത് എന്നൊക്കെ പുള്ളി ഇടയ്ക്ക് ചിലപ്പോൾ മോശയോടൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, കുശലം പറയുന്ന കൂട്ടത്തിലൊക്കെ. അതുപോലെ ഈ പ്രൊഫസറൊക്കെ പറയുന്നത് നിങ്ങൾ അവിടെ നിന്നോ, നിങ്ങൾ ഇവിടെ നിന്നോ എന്നൊക്കെയാ അവർ പറയുന്നത്. അതൊക്കെ ഇദ്ദേഹത്തിന്റെ ചാനലിലൂടെയൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ആ ചാനല് ദൈവിക ആലോചനയ്ക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതാണോ? ആ ചാനലിലൂടെ ഞാൻ തന്നെ കടുത്ത വചനവിരുദ്ധമായ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ നിങ്ങളെ തന്നെ കാണിച്ചു തന്നില്ലേ? അതായത് അവരുടെ ഇടയിലുള്ള ചാനൽ സംബന്ധിയായ ഒരു കോട്ട് സൂട്ടിരിക്കുന്ന ഒരു ഉപദേശി ഒരു മെത്രാനോട് ചോദിക്കുക, അങ്ങക്ക് ദൈവവിളി കിട്ടിയതും അങ്ങ് ഈ ദൈവിക പരിപാടിക്ക് ഇറങ്ങിയതും ഒന്ന് വിശദീകരിക്കാമോ എന്ന്. അപ്പൊ തലയിൽ ഒരു പുള്ളിക്കുത്തുള്ള ഒരു തുണിയൊക്കെ വെച്ച് മറച്ചിരിക്കുന്ന താടി മുടിയൊക്കെ ഉള്ള നീളക്കുപ്പായുള്ള, അത് ചുവന്ന കുപ്പായമൊക്കെയുള്ള ഒരു മെത്രാനോടാ ചോദിക്കുന്നത്. പുള്ളി ഇറങ്ങി വന്നിരിക്കുന്ന ദൈവവിളി കേട്ടിട്ടാന്ന്. ഏത് 56 ദിവസം കൊച്ചിന്റെ തലയിൽ വെള്ളം തളിക്കുന്ന അദ്ദേഹത്തെ ആ പരിപാടിക്ക് നിയോഗിച്ചത് ദൈവമാണ്. ഏത് ദൈവമായിരിക്കും? MTH കാരൻ പാസ്റ്ററാ ചോദിക്കുന്നത്, ചാനലുകാരൻ പാസ്റ്റർ. ചാനലിന്റെ മേലും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ട്, ആ ഉദ്ദേശിയുടെ മേലും വ്യാപാരമുണ്ട്, ഉണ്ടായിരിക്കും അല്ലെ? അങ്ങനെ വിചാരിക്കുന്ന ആളുകള് വിചാരിക്കട്ടെ. എനിക്കിപ്പോ അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ വിചാരിക്കട്ടെ, എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് ചിലപ്പോ അലോസരം തോന്നാം, ഓ ആ മെത്രാനെയും ആ പാസ്റ്ററെയും ഒക്കെ കളിയാക്കുന്ന രീതിയിലാണല്ലോ പറഞ്ഞതെന്ന്. ഞാൻ എവിടെ കളിയാക്കിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ഒരു കളിയും ആക്കിയില്ല, ഞാൻ ഒരു കുറ്റവും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ബെന്തിക്കോസുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്. ഒരു പാപിയായ മനുഷ്യന് പാപബോധം വന്ന് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ രക്ഷ അനുഭവിക്കാം. രക്ഷയിലേക്ക് വന്ന അവൻ രക്ഷിച്ചവനോട് ചേരുവാൻ സ്നാനമേൽക്കണം. 56 ദിവസം പ്രായമുള്ള ഒരു കൊച്ചിന് ഈ കാര്യത്തിൽ ഒരു ബോധ്യമില്ലെന്നേ. ആ കൊച്ചിന് വേണ്ടി ഏതെങ്കിലും കള്ളുകുടിയനായ തലതൊട്ടപ്പൻ എന്തെങ്കിലും, തലതൊട്ടപ്പന്മാരെല്ലാം കള്ളുകുടിക്കൊന്നുമില്ല കേട്ടോ, ചിലരൊക്കെ കുടിക്കും, കുടിക്കാത്തവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വല്യപ്പൻ നിന്ന് ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും കാമ്പും കഴമ്പുമില്ല. അതൊക്കെ ചുമ്മാ ഒരു നേരം പോക്ക്. പിള്ളേരുകളിൽ നിന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പിള്ളേരുകളിൽ നിന്നാണ് നമ്മൾ അതിനെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊണ്ടത് ചാനലിൽ ഇരുത്തിയിട്ടാണ് ഈ കഥയൊക്കെ വിളമ്പുന്നത്. അത് ആരെ കേൾപ്പിക്കാനാ? വേർപെട്ട പെന്തക്കോസ്ത് സമൂഹത്തെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. അപ്പൊ വേർപെട്ട പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുമ്പോൾ അവരൊരു 10ാം ക്ലാസ്സിലാണെന്ന് വേണേ കൂട്ടാം, മനസ്സിലാക്കാൻ വേണ്ടി പറയുക. കാരണം അവർക്ക് വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് ബോധ്യമുണ്ട്, വാസ്തവമായി മാമുദീസ എന്താണെന്നുള്ള ബോധ്യമുണ്ട്, തുടർന്ന് ആത്മസ്നാനത്തെ കുറിച്ച് ബോധ്യമുണ്ട്, പരിശുദ്ധാത്മാവ് എണ്ണക്കുപ്പിക്കകത്തല്ല ഇരിക്കുന്നതെന്ന് ബോധ്യമുള്ളവരാണ് പെന്തക്കോസ്റ്റുകാര്. ഒരു എണ്ണക്കുപ്പിക്കകത്ത് പരിശുദ്ധാത്മാവിനെ അടച്ചു വെക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ പെന്തിക്കോസ്റ്റുകാരും. ഇവിടെ ഇരിക്കുന്ന പെന്തിക്കോസ്റ്റുകാരെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നവരാണോ? അങ്ങനെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. കൃത്യമായാ പറയുന്നത്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളോട് ഈ ഉപദേശി ചോദിക്കുക, നിങ്ങൾക്ക് ദൈവവിളി കിട്ടിയത് എങ്ങനെയാണ്? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം കളിതമാശയായിട്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ദൈവത്തെ കളിയാക്കുക, ഈ ബാക്കി സാധുക്കളായ മനുഷ്യരെയും കളിയാക്കുക. അപ്പൊ ഈ ചാനലിന്റെ കാര്യമൊക്കെ നമ്മുടെ അവിടെ വന്ന് പറഞ്ഞത് കൊണ്ടാണ്, ഇതൊരു പൊതുവായ കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പൊതുവായ കാര്യമല്ലേ? ഓരോ മനുഷ്യരുടെ തലയിലിരിക്കുന്ന സങ്കല്പങ്ങളാ. തിരുത്തലുകൾ ആവശ്യമാണെന്നേ, തിരുത്തലുകൾ ആവശ്യമാണ്. എല്ലാ കാലത്തും തിരുത്തലുകൾ ആവശ്യമാണ്. ഇതൊരു തിരുത്താ ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൊന്നും ചലിക്കുന്ന ചാനലല്ല അത്. ഒരു കാരണവശാലും വിശുദ്ധന്മാർ അങ്ങനത്തെ ചാനലൊന്നും കാണാൻ പോകരുത്, വിരുന്ന് തെറ്റിപ്പോ. ചെല്ലേണ്ടടുത്ത് ചെല്ലും, അത്ര തന്നെ. മുന്നറിയിപ്പായി പറയുന്നത്. അപ്പൊ ചിലർ ചോദിക്കും, അവിടെ ഏതൊക്കെയോ നല്ല ചില കാര്യങ്ങളില്ലെന്ന്. ഉണ്ട്, നല്ല ചില കാര്യങ്ങളുണ്ട്. അതായത് ലോകത്തിലെ എല്ലാ കള്ളന്മാർക്കും അറിയാം എങ്ങനെയാ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. അതായത് മോട്ടിക്കാൻ വരുന്ന തസ്കരൻ മതിലിന്റെ അവിടെ നിന്നിട്ട് പട്ടിക്ക് എന്താ എറിഞ്ഞു കൊടുക്കുന്നത്? അലുവ. നല്ല കോഴിക്കോടിന് അലുവ ഇട്ട് കൊടുക്കും. പട്ടി അലുവയും തിന്ന് അങ്ങനെ ചവച്ചോണ്ടിരിക്കും, കള്ളം കയറി എല്ലാം കട്ടോട്ട് പോകും. അതുപോലെ തന്നെയാണ് ഇവരുടെ ചാനലിലൂടെ ഇടയ്ക്ക് യേശു വരുന്നു, ഇതാ വരുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും കൊള്ളാം, തിരക്കേടില്ലെന്ന്. അതൊക്കെ അലുവ കഷ്ണങ്ങളാണ്. അത് കഴിഞ്ഞ് വിളമ്പുന്നതോ പേച്ചൂരകളാണ്. വയറിളകും, വയറ്. അങ്ങനത്തെ സാധനങ്ങളാ പിന്നെ വിളമ്പുന്നത്. അതൊക്കെ നമ്മൾ എത്രയോ കണ്ടതും കേട്ടതുമാ. അപ്പൊ ഈ വാത്സല്യ സഹോദരൻ എന്താ പറഞ്ഞത് നമ്മളോട്?
അദ്ദേഹത്തിന് മീതെയാണോ എന്ന്? അദ്ദേഹത്തിന് മീതെയാണോ താഴെയാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ തീരുമാനിക്കുക, മീതെയാണോ താഴെയാണോ എന്ന്. അങ്ങേര് എന്താ പറഞ്ഞത്? ശരീരത്തിന്റെ സമർപ്പണം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇല്ല പുതിയ നിയമത്തില്. പുതിയ നിയമത്തില് നമ്മെ യാഗമായി സമർപ്പിക്കേണ്ട ആവശ്യകതയില്ല. നമ്മെ തട്ടാന്റെ അടുക്കൽ കൊണ്ടുപോകാം, കിഴുത്തയിടാം, കിഴുത്തയിടാം, ഇവിടെ കിഴുത്തയിടാം, ഇവിടെ കിഴുത്തയിടാം, വേറെ എവിടെയൊക്കെ ഇടാവോ അവിടെയൊക്കെ ഇടാമെന്ന് അദ്ദേഹം പറഞ്ഞത്. പരസ്യമായിട്ടല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ളിന്ന്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? ഇങ്ങനെ ഒരു ഇടപാടില്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ബുദ്ധിയുള്ളവർ അങ്ങനെയല്ലേ പഠിക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഇവിടെയുള്ള സമൂഹം, പൊതുസമൂഹം, ആ പൊതുസമൂഹത്തോട് ഇഴുകിച്ചേരണമെന്ന് അവര് പറഞ്ഞത്. പൊതുസമൂഹത്തിന്റെ സംസ്കാരത്തോട് ഇഴുകിച്ചേരണം, അതിൽ നിന്ന് അകന്നു നിൽക്കരുതെന്നാണ്. പൊതുസമൂഹം എന്തല്ല ചെയ്യുന്നത്? പൊതുസമൂഹം കാതു കുത്തുന്നുണ്ട്, മൂക്ക് കുത്തുന്നുണ്ട്, കാതിലും കഴുത്തിലും ഇടുന്നുണ്ട്. അവരുടെ കല്യാണങ്ങൾക്കെല്ലാം, ആരുടെ കല്യാണം? നിങ്ങൾ ഹിന്ദുക്കളെയൊക്കെ വിട്ടേരെ. നിങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും വിട്, സിഖുകാരെ ഒട്ടും നിങ്ങൾ പരിഗണിക്കണ്ട, അവർ കുറച്ചു കൂട്ടേ ഉള്ളൂ. നിങ്ങൾ ഇവിടെയുള്ള നസ്രാണികളെ മുഖവിലേക്ക് എടുക്ക്, ആ മനുഷ്യരെ മുൻപിലേക്ക് കൊണ്ടുപോവാ. അവരുടെ ഇടയിലുള്ള വിവാഹങ്ങൾക്കെല്ലാം അവർ മിന്നു കെട്ടിക്കൊണ്ടല്ലേ കല്യാണം നടത്തുന്നത്. അപ്പൊ ആ മുഖ്യധാരയിലേക്ക് നമ്മൾ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും മിന്നു കെട്ടണ്ടേ? അത് മാത്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഏത് ഗ്രൗണ്ടിലാണ് നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത്? നിങ്ങൾ മുഖ്യധാരയിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ താലിയും കെട്ടണം, കെട്ടണ്ടേ? അങ്ങനെ കെട്ടണം. ഇനി എന്നെ കേൾക്കുന്ന ഭൂലോകത്തിലുള്ള എല്ലാ പെന്തിക്കോസുകാരോടും ഞാൻ പറയട്ടെ, അതായത് ഇപ്പോഴത്തെ ന്യൂജൻ ബ്രദറുകാരോടും, അതായത് ഈ ബ്രദറൻ സമൂഹം തന്നെ രണ്ടായി കേട്ടോ, നിങ്ങൾ അറിഞ്ഞോ അത്? ബ്രദറൻ സമൂഹത്തിൽ ക്ലാസിക്കൽ ബ്രദറുകാരും ഉണ്ട്, പിന്നെ ബ്രദറൻ സമൂഹത്തിൽ ഇപ്പൊ ന്യൂജൻ ബ്രദറുകാരും ഉണ്ട്. ന്യൂജൻ ബ്രദറുകാര് ഈ പെന്തിക്കോസുകാരെക്കാളും ഭയങ്കര ശക്തിക്കാ ചോദിക്കുന്നത്, വാക്യം എവിടെയെന്ന്. അതായത് എന്റെ ചില സ്നേഹിതന്മാരായ ഉദ്ദേശിമാരൊക്കെ അവര് ചിലർ അവരുടെ ചോദ്യം കേട്ടിട്ട് ചിരിച്ചിരിച്ച് തലകുത്തി പറയും. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഭാരം, രക്തം, ശ്വാസം മുട്ടി ചത്ത എന്നൊക്കെ ശ്വാസം മുട്ടിയാ പറയുന്നത്, ശ്വാസം മുട്ടിയാ പറയുന്നത് 15-ാം അധ്യായത്തിൽ നിന്നൊക്കെ. പിന്നെ മുടിയപുത്രന് മോതിരം ഇട്ടു എന്ന്. പിന്നെ അവരുടെ തലത്തൊട്ടപ്പനായ IAS കാരൻ, ഒരു IAS കാരനാണല്ലോ അവർക്ക് വേണ്ടി ഇതെല്ലാം പറയുന്നത്. IAS കാരൻ പറയുന്നത്, ഒരു നൂലുവണ്ണത്തിലുള്ള മാല ഇട്ടുകൊണ്ട് വന്നാൽ യേശുക്രിസ്തു വഴക്ക് പറയുമോ? എന്താ ഇവർ ഈ പറയുന്നതെന്നാ ചോദിക്കുന്നത്. ഇല്ല ഇല്ല, യേശുക്രിസ്തു വഴക്ക് പറയില്ല. ഇന്ന് ശോശാമ നൂലുവണ്ണത്തിലുള്ള ഇട്ടുകൊണ്ട് വന്നു, നാളെ മറിയാമ്മ കുറച്ചുകൂടെ കനമുള്ളത് ഇട്ടുകൊണ്ട് വന്നു, അതിനടുത്ത ദിവസം ത്രേസ്യാമ്മ അതിലും കുറച്ചു കനത്തിൽ ഇട്ടുകൊണ്ട് വന്നു, അതിനപ്പുറത്തെ ദിവസം പുള്ളിക്കാരി വലിയ പട്ടിത്തുടൽ പോലെയുള്ള ഇട്ടുകൊണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ മറ്റേ അവരും ഇവരും ഒക്കെ ഒരു കമ്മലിട്ടു, ഇവിടെ ഒരു കെട്ടു, ഇട്ടു, ഇത് മൊത്തത്തിൽ കുത്താം, അങ്ങനെ ടോട്ടൽ കുത്തിക്കൊണ്ട് വന്നു. പിന്നെ ഇവിടെ കുത്തി, പിന്നെ ഇവിടെ കുത്തി, പിന്നെ ഇവിടെ കുത്തി, പിന്നെ നാട്ടിൽ കുത്തി, കുത്താവുന്നിടത്ത് എല്ലാം കുത്തിക്കൊണ്ട് വന്നു. ഇതിനെല്ലാം ആഭരണങ്ങൾ എന്നാ വിളിക്കുന്നത്. ബാഹ്യ അലങ്കാരങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് എന്ന് പറയും. അതായത് അവിടെ ഇവിടെയൊക്കെ ഈ എക്സ്റ്റേണൽ ഡെക്കറേഷൻസ്, എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. ഇതെല്ലാം ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങുകളാണ്. അതായത് എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ അഥവാ ഈ ഡെക്കറേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ IAS കാരന്റെ തലമണ്ടയ്ക്കകത്ത് പോയില്ല. അദ്ദേഹത്തിന്റെ തലമണ്ടയിൽ പോയത് നൂലുവണ്ണത്തിലുള്ള മാലയാ. ഇതങ്ങനെ നൂലുവണ്ണത്തിലുള്ള മാലയിൽ നിർത്താൻ പാകത്തിനുള്ള നിയമമുണ്ടോ ഇവിടെ? നൂലുവണ്ണത്തിലിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുള്ളതാ. ഈ കാരണത്താലാണ് ഞാൻ പറയുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് ഈ കുഞ്ഞാടുകൾക്ക് ഒറ്റ ഒരുത്തിന് ബോധമില്ല. ഈ 90 വർഷം ഉപദേശിയായിട്ടിരുന്നു എന്ന് പറയുന്ന ആളുടെ തലമണ്ടയ്ക്കകത്ത് ഇത് ഒരു ഇഞ്ച് കടന്നു പോയിട്ടില്ല. ഇവരെല്ലാം പറയുന്ന മണ്ടത്തരം നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കണേ. ഒറ്റ ഒരുത്തിന് തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല. പൊതുവെ നമ്മൾ കാണുന്നത് സ്ത്രീകളാണ് ഈ ആഭരണ ധാരണത്തിൽ കൂടുതൽ നിൽക്കുന്നത്. കൂടുതൽ പുരുഷന്മാർ ആഭരണം ധരിക്കില്ലെന്നല്ല, അവർ ആഭരണ ധാരണത്തിൽ അത്രയും ഉത്സുകരല്ല. സ്ത്രീകളെയാണ് നമ്മൾ ആ നിലയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അണിഞ്ഞൊരുങ്ങി വരുന്നതും അലങ്കരിക്കപ്പെട്ടു വരുന്നതുമായ നിലയിൽ. അത് പൗരാണിക കാലം മുതൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, നിശ്ചയമായും ഉണ്ട്, തർക്കമൊന്നുമില്ല. അവരങ്ങനെ വരുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ മാത്രമല്ല, IAS കാരനും ന്യൂജൻ ബ്രദറും ന്യൂജൻ പെന്തിക്കോസ്തും തലതിരിഞ്ഞു പോയ പെന്തിക്കോസ് ഇവരെല്ലാം അതാ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു യൗവനക്കാരൻ ബാംഗ്ലൂരോ എവിടെയെങ്കിലും പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവന്റെ കാതിൽ ഒരു കമ്മൽ ഇട്ടുകൊണ്ട് വരികയാണ്. അവിടെയുള്ള ആളുകളൊക്കെ കടുക്കനായിടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കന്നഡ സഹോദരങ്ങളുടെ ഒക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ആണായാലും പെണ്ണായാലും നിശ്ചയമായും കാതുകുത്തി, ആണിന്റെയും പെണ്ണിന്റെയും ആണേലും അവര് ഈ കടുക്കനിടും. അതിനങ്ങനെയല്ലേ പറയുന്നത്, കമ്മലെന്നാണോ കടുക്കനാണോ എന്ത് കുന്തമാണോ ആ സാധനം ഇടും, അത് നിശ്ചയമായി ഇടും. അതല്ലാതെ പിന്നെ നമ്മൾ കാണുന്ന ഫാഷൻ വേൾഡുമായി കണക്റ്റഡ് ആയ ആളുകളെയാണ്. അങ്ങനെ ഫാഷൻ വേൾഡുമായി കണക്റ്റഡ് ആയി വരുന്ന യൗവനക്കാരെല്ലാം അവരിവിടെ ഈ ഒരു സാധനമൊക്കെ തൂക്കിയിടും. അത് പല രീതിയിലുള്ളത്,
കുരിശോ കൊടയോ വടിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കും. അപ്പൊ അത് ഒരു ചെവിയിൽ മാത്രമല്ല, ചിലപ്പോൾ 2 ചെവിയിൽ ഇട്ടുകൊണ്ടൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പാസ്റ്റർമാർക്ക് അത് അലോസരമാകില്ലേ? നമ്മുടെ പെൺകുട്ടികൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോയിട്ട് വരുമ്പോ ചുമ്മാ ഒരു മൊട്ട് പോലെയുള്ള കമ്മലൊക്കെ കുത്തിക്കൊണ്ട് അങ്ങോട്ട് പോയത്, തിരിച്ചു വരുമ്പോ അവൾ ഇതിൽ 3000 കമ്മല് കെട്ടി തൂക്കിയിട്ടുണ്ട് വരികയാണെങ്കിൽ പാസ്റ്റർ പറയില്ലേ, നിക്ക് അവിടെ, കുഞ്ഞാട് അവിടെ നിക്ക്, ഇത് എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കില്ലേ? അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമായി പറച്ചിലായി പ്രശ്നമായി, കുഴപ്പമായി. അവസാനം ഉപദേശി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, പെങ്കൊച്ചും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ആകെ കുഴഞ്ഞു എന്ന് പറയാം. അങ്ങനെ കച്ചേരിയിലേക്ക് പോവുകയാണ്. കച്ചേരി ചെന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ഉപദേശി പറയുന്നത്, നീ ഈ കോലത്തിൽ വന്ന ഈ 1000 ഇതൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്ന് എന്താ നീ കാണിക്കുന്നേ? നീ ഈ ചുണ്ടിനടിക്കടെ ഒക്കെ ഇത് കുത്തിക്കയറ്റി വെക്കുകയാണോ? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. പാസ്റ്റർജി കോപിച്ചു. അതുപോലെ കണ്ണിന്റെ പുരുകത്തിന്റെ ഇതിലെയൊക്കെയോ എന്തൊക്കെയോ പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മാമയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അമ്മാമയും കോപിച്ചു, പുള്ളിക്കാരിയും മീശ വിരിച്ചു. അപ്പൊ അങ്ങനെ കച്ചേരി ചെന്നു. ജഡ്ജി അങ്ങ് ചോദിച്ചു, എന്താണ് ഈ കൊച്ചിന് നിങ്ങൾ കർത്തൃമേശ കൊടുക്കുന്നില്ല, ഈ കൊച്ചിന് നിങ്ങൾ വേണ്ട കൂട്ടായ്മ കൊടുക്കുന്നില്ലല്ലോ, എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, എന്താ ജഡ്ജി അങ്ങനെ ഈ പറയുന്നത്, നോക്ക് ഇത് എന്തൊരു കോലമാന്ന് ചോദിച്ചു. അപ്പൊ ജഡ്ജി ചോദിച്ചു, എന്താ കുഴപ്പം, എന്താ കോലം? 2 കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം മനുഷ്യരൂപമാണല്ലോ, പിന്നെ എന്താ? അങ്ങ് ആ ചെവിയിലേക്ക് നോക്ക്, അങ്ങ് അവിടെ ഇവിടെയൊക്കെ നോക്ക്, എന്താ ഈ എന്തൊരു കോലം കെട്ടിയാ നിൽക്കുന്നതെന്ന് നമ്മുടെ പാസ്റ്റർ പറയാ. അപ്പൊ ജഡ്ജി ചോദിച്ചു, അതിനെന്താ കുഴപ്പം? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നില്ലല്ലോ, ഇന്ത്യൻ ഭരണഘടന ഇത് അനുവദിക്കുന്നുണ്ടല്ലോ, പിന്നെ താങ്കൾ എന്താണ് കുഴപ്പമുണ്ടാക്കുന്നത്? ആഹാ, ഇപ്പൊ പാസ്റ്റർ കുഴപ്പക്കാരനായോ? പെണ്ണാ കുഴപ്പക്കാരനെന്ന് ഓർത്താ വന്നത്, വന്ന് പാസ്റ്റർ കുഴപ്പക്കാരനായി. ജഡ്ജി പാസ്റ്ററുടെ നേരെ കൈ കൊണ്ടുപോവാ. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നതെന്നല്ലേ ചോദിക്കുന്നത്? പുള്ളി പറഞ്ഞു, ഇത് അനുവദനീയമല്ല, ആത്മീയമായി ഇത് അനുവദനീയമല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ജഡ്ജി പറഞ്ഞു, ശരി, സമ്മതിച്ചു. ആത്മീയമായി അനുവദനീയം അല്ലെങ്കിൽ ആത്മീയമായി നിങ്ങളുടെ ബൈലോ ഏതാന്ന് ചോദിച്ചു. വിശുദ്ധ ബൈബിൾ, യെസ്. അതായത് ഇതിന് റഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ബൈലോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആധികാരിക രേഖയായ വിശുദ്ധ ബൈബിളില് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? എത്ര മുക്കുത്തി വരെ ഇടാം, എത്ര കമ്മൽ വരെ ഇടാം, അല്ലെങ്കിൽ എവിടെയെല്ലാം ഇത് ഫിറ്റ് ചെയ്യാം എന്നുള്ളതിന് റഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റർ നക്ഷത്രം എണ്ണി പോവില്ലേ? അങ്ങനെ റഫറൻസ് ഒന്നുമില്ല. പിന്നെ ഊഹാപോഹം പറയേണ്ടി വരും. പഴയ നിയമത്തിലുണ്ടോ പുതിയ നിയമത്തിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇനി ഏതെങ്കിലും നിയമം വരുമ്പോ അതിനകത്തുണ്ടെന്ന് വേണേൽ പറയാൻ പറ്റും. അപ്പൊ ഇവർക്ക് ഇതൊന്നും ഒരു നിയമം വെച്ചിട്ട് പറയാൻ പറ്റില്ല. അണിയാനും പറയാൻ പറ്റില്ല, അണിയണ്ടാന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെ ജഡ്ജിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? വളരെ മനോഹരമായി ജഡ്ജിയുടെ മുമ്പിൽ നമ്മൾ കാര്യം പറയും. ഇതാണ് ഞങ്ങളുടെ ബോധ്യം, ഇതാണ് ഞങ്ങളുടെ ബോധ്യം. പാപനിമിത്തം പുറത്തു വന്നവന്റെ പിൻതലമുറ പിന്നത്തേതിൽ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി സൈറ്റാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അറിഞ്ഞോ അറിയാതെയോ അവന്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും വേണ്ടി ഈ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അവന്റെ ഇഷ്ടപ്രകാരം ഈ ശരീരത്തിൽ കിഴുത്തയിട്ടു. അവന്റെ ആലോചന കേട്ട് പൂർവന്മാരിൽ ആരോ തട്ടാന്റെ അടുക്ക കൊണ്ടുപോയി ഇത് തുളച്ച് അവിടെ ഏതാണ്ടൊക്കെ കെട്ടിത്തൂക്കിയിട്ടു. അന്നേരം അവൻ മന്ത്രിച്ചത് എന്താ? നിങ്ങളെ സൃഷ്ടിച്ചപ്പോ കുറച്ചും കൂടെ നന്നായിട്ട് സൃഷ്ടിക്കാമായിരുന്നു. അങ്ങനെ സൃഷ്ടിക്കാതെ നിങ്ങളെ ഒരു പരുവത്തിൽ നിർത്തിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. ഈ ബുദ്ധി ഉപദേശപ്രകാരം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ കുറച്ചും കൂടെ ദൈവാനുരൂപരാകും എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത്. തിന്നാൽ ദൈവത്തെ പോലെ ആകും എന്നല്ലേ പറഞ്ഞത്? ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞത്. കുറച്ചും കൂടെ നിങ്ങൾ അങ്ങനെ ദൈവാനുരൂപരാകും, അപ്പൊ ദൈവത്തിനും സന്തോഷമാകും. ഇന്നൊരു വിദ്വാൻ നമ്മുടെ മെസ്സേജിനടി വന്ന് കമന്റ് ചെയ്ത, നമ്മൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാണാൻ ദൈവം കൊതിക്കുന്നു എന്ന്. ഭയങ്കര കൊതിയാ ദൈവത്തിന്. അപ്പൊ ഭയങ്കര കൊതിയാ ദൈവത്തിന്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഈ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ച കാലങ്ങൾ മുൻപോട്ട് പോയി. പഴയ നിയമ കാലഘട്ടത്തെ എല്ലാം എടുത്ത് പഠിച്ച എങ്ങനെയാ നമ്മൾ പഠിക്കുന്നത്? ഒരുവന്റെ പാപത്തെ അവിടെ മറയ്ക്കുന്നേ ഉള്ളൂ, മായ്ക്കുന്നില്ല. അവർക്ക് ആർക്കും ഒരു പരമാർത്ഥ ഹൃദയം ലഭിച്ചതായിട്ട് അവർക്ക് ആർക്കും ഒരു പരമാർത്ഥ ഹൃദയം ലഭിക്കുന്നില്ല. അവർക്ക് ആർക്കും നിർമ്മല മനസാക്ഷി ലഭിക്കുന്നില്ല. അതെല്ലാം പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് ആ നിലയിൽ ലഭിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുകയാണ്. സമർപ്പിത ജീവിതത്തിലേക്ക് വരികയാണ്. ജഡ്ജി എങ്ങനെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? പുള്ളി ഓടിക്കും. ജഡ്ജി എങ്ങനെ, ഇതാണ് ഞങ്ങളുടെ ബോധ്യം. അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചു വിട്ടത് മനോഹരമായിട്ടാണ്. ആ ശരീരം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മതി ഇപ്പോഴെന്നൊരു തിരിച്ചറിവിലേക്ക് ഞങ്ങൾ വരികയാണ്. നാണം മറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ തുണി കൊടുക്കുന്നു, അത് നിർബന്ധമാണ്. അത് ദൈവത്തിന്റെ പ്രമാണമാണ്, അതുപോലെ രാജ്യത്തിന്റെ പ്രമാണമാണ്. 2 പ്രമാണങ്ങളും കൂടെ ഒത്തു വന്നിരിക്കുകയാണ് നഗ്നത മറയ്ക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ വിവരം അറിയും. അപ്പോ ആ കാര്യത്തിൽ ഞങ്ങൾ ബോധവാന്മാരാണ്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യവും അനിവാര്യമല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
പണ്ട് കാലത്ത് ഞങ്ങളുടെ ദേശത്ത് ഇടയാറന്മുളയ്ക്കല് ഒരു ഉപദേശി ഉണ്ടായിരുന്നു. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എന്നുള്ള പേരിൽ നാട്ടുകാരെ അറിയുന്നു. കൊച്ചുകുഞ്ഞു ഉപദേശി തന്റെ തട്ടിമ്പുറത്തിരുന്ന് ഒത്തിരി പാട്ടൊക്കെ എഴുതി ഉണ്ടാക്കി. അങ്ങനെ മലയാളക്കരയിൽ മാനസാന്തരം പ്രസംഗിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകള് അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, ഡാഡി എന്നായിരിക്കും വന്ന് വിളിച്ചത്, ആർക്കറിയാം. അപ്പൊ അപ്പച്ച, എനിക്ക് ഈ ആളുകളൊക്കെ നടക്കുന്ന പോലെ ആഭരണമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കാൻ ഒരു ആഗ്രഹമുണ്ട്, അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്കത് അനുവദനീയമല്ലല്ലോ, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, ലളിത ജീവിതത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നവരല്ലേ എന്നുള്ളതൊക്കെ പറഞ്ഞു. കൊച്ചിനോട് പലതും പറഞ്ഞു കൊടുത്തെങ്കിലും മോൾക്ക് ആ കാര്യത്തിൽ ഒരു പൂർണ്ണമായൊരു ബോധ്യം വന്നില്ല. അപ്പൊ കൊച്ചിന്റെ ആ ഒരു താല്പര്യത്തെ പ്രതി അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരാം, അതായത് ഈ ആഭരണമേ അത് വാങ്ങിച്ചു തരാം, കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, എല്ലാ ദിവസം വൈകിട്ട് കുളിച്ച് മിടുക്കിയായിട്ട് ഈ ആഭരണമൊക്കെ അണിഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോണം, രാവിലെ എഴുന്നേറ്റ് എല്ലാം ഊരി വെച്ചേക്കണം, രാത്രി ഉറങ്ങുമ്പോൾ ഇതെല്ലാം ഇട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട മോൾ എന്താ പറഞ്ഞെന്നറിയാവോ? അങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ ഇത് ഇടാനാണെങ്കിൽ പിന്നെ ഇട്ടിട്ട് എന്നാ കാര്യം, ഇതൊരു മനുഷ്യൻ പോലും കാണുന്നില്ലല്ലോ, ആരും കാണുന്നില്ല, പിന്നെ ഇത് അങ്ങനെ ഇട്ടിട്ട് എന്നാ പ്രയോജനം, അതുകൊണ്ടല്ലോ ഉപകാരമുണ്ടോ, പിന്നെ ഇടാതിരിക്കുകയല്ലേ നല്ലതെന്ന്. അപ്പൊ അദ്ദേഹം തിരിച്ച് ചോദിച്ചെന്നാണ് ചരിത്രത്തിൽ കേട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം മകളോട് തിരിച്ച് പറയുകയും മകൾക്ക് ബുദ്ധിപദേശം കൊടുക്കുകയും ചെയ്തെന്നാണ് കേട്ടിരിക്കുന്നത്. അതായത് അപ്പോ ഇത് പ്രയോജനമുള്ള കാര്യമല്ലല്ലോ, അതായത് നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകമൊന്നുമല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നീ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മെസ്സേജിൽ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പല സഹോദരിമാർക്കും, അതായത് സെക്യുലർ വേൾഡിലുള്ളവരുടെ കാര്യമാണ്, അവർക്ക് ഇത് കൂരി വെച്ചിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും. അതായത് സൗത്ത് ഇന്ത്യയിലെ മാത്രം കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡൽഹി, ബോംബെ, കൽക്കട്ട മുതലായ പട്ടണങ്ങളിലൊക്കെയുള്ള യൗവനക്കാരികളായ ജെൻസി പെൺപിള്ളേര്, അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിലെ പെൺപിള്ളേരെ ഒക്കെ നമ്മളെടുത്ത് നോക്കി, അവരൊന്നും ഇതൊന്നും ഉപയോഗിക്കാത്തവർ ഇഷ്ടം പോലെയാ, ഒരു സാധനം ഉപയോഗിക്കാത്തവർ ധാരാളം ഉണ്ട്, അവരുടെ കോൺഫിഡൻസിനൊന്നും ഒരു കുറവില്ല. അതേസമയം നമ്മുടെ നാട്ടില് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു യാക്കോബായ, ഓർത്തഡോക്സ്, മർത്തോമ, CSI, അതിന്റെ താഴേക്കൊക്കെ വരുന്നുണ്ട്. ഇതിലൊക്കെ പിന്നെ താഴേക്ക് വന്ന തങ്കുസാർ മുതലായ ന്യൂജൻ പെന്തിക്കോസ്റ്റ്, അതിലൊക്കെയുള്ള ഒരു പെങ്കൊച്ചിന്റെ കാതിലേയും കഴുത്തിലേക്ക് ഊരി വെച്ചിട്ട് അവളെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അതായത് IC അടിച്ചു പോയതുപോലെ ഇരിക്കും. IC അടിച്ചു പോയ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിന്റെ പാർട്ടാണിത്. കറണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കറണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കും. അവരുടെ ലൈഫിലെ കറണ്ടാ പോകുന്നത്. അവരുടെ ജീവിതത്തിന്റെ എല്ലാമാണ് ഈ ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് സെറ്റിങ്. അതിൽ മനഃശാസ്ത്രമൊക്കെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിവേ, കൊച്ചുകുഞ്ഞു ഉപദേശി മകളോട് എന്താ പറഞ്ഞത്? നാട്ടിലുള്ള ആളുകളെല്ലാം കാണിക്കാനാണെങ്കിൽ അതിന്റെ വിശദീകരണം അദ്ദേഹം കൊടുത്തു. കൊച്ചുകുഞ്ഞു ഉപദേശി മകൾക്ക് കൊടുത്ത വിശദീകരണത്തിലെല്ലാം ഇല്ലേ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സത്യക്രിസ്ത്യാനി ഇതൊക്കെ ചെയ്യുന്നത് എന്ന വിശദീകരണത്തിലേക്കാണ് വന്നത്. അപ്പൊ ഞാൻ ജഡ്ജിയോട് സംസാരിച്ച കാര്യം എന്താ പറഞ്ഞേ? ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി ഇന്നലെ വരെ സമർപ്പിച്ചതാണ്, ഇന്നത് നീതിയുടെ ആയുധങ്ങളായി ബലിപീഠത്തിലേക്ക് വരികയാണ്. അതങ്ങനെ ബലിപീഠത്തിലേക്ക് വരുന്നതിനോടുള്ള ബന്ധത്തില് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണമെന്നുള്ള വിചാരത്തിലാണ് വന്നത്. പക്ഷേ സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഇനി ഞാനത് പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുത്ത് ഭംഗിയായിട്ട് പറയേണ്ടതാണ്. കർത്താവ് അനുവദിച്ച് നമുക്ക് നാളെ ആ ഭാഗത്തേക്ക് വരാം. ലേവ്യ പുസ്തകം 8-ാം അധ്യായം, ലേവ്യ പുസ്തകം 14-ാം അധ്യായം. ഈ 2 അധ്യായത്തിൽ നിന്നും ഈ കാര്യത്തിന്റെ കുറച്ചുകൂടെ ഗൗരവമായ ഒരു സൂചന നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ചില ചോദ്യങ്ങളുടെ മറുപടികൾ എന്ന് പറയുന്നത് ചില വായടപ്പിക്കലുകളാണ്, അല്ലേ? ചില ചോദ്യങ്ങളുടെ മറുപടികൾ എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു വരുമ്പോൾ ചിലരുടെ വായടഞ്ഞു പോകും. അതുപോലെയുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് വന്നത്. സമാഗമന കൂടാരത്തിലെ പൊന്നും മാറത്ത പൊൻകച്ചയൊക്കെ മറുപടികളാണ്, കിൻഡൽ തൂക്കം വരുന്ന മറുപടികളാണ്. ആ മറുപടികളെ ഒന്നും പ്രതിരോധിക്കാനും അതിനെ മറികടക്കാനൊന്നും തൽക്കാലം ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. വെളിപ്പാടുകളാണത്. അതുപോലെ വെളിപ്പാടുകളാണ് ലേവ്യ പുസ്തകത്തിൽ നിന്ന് പറയാനുള്ളത്. വാക്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പുതിയ നിയമത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതല്ല, പുതിയ നിയമത്തിൽ നിന്നാണ്. എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? സമർപ്പിത ശരീരത്തോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 12 നമ്മൾ പറഞ്ഞു. അങ്ങനെ ശരീരം ബലിപീഠത്തിലേക്ക് എത്തുന്നതിനോടുള്ള ബന്ധത്തിലാണ് റോമർ 8:11 പറഞ്ഞത്. പിന്നത്തേതിൽ ഈ ശരീരം നമ്മൾ മണ്ണിൽ കൊണ്ടുപോയി വെക്കും, അതായത് കർത്താവ് വരാൻ താമസിച്ചാൽ മണ്ണോട് മണ്ണ് ചേരുമല്ലോ. അങ്ങനെ വെക്കുന്ന ആ ശരീരം യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിച്ചിരുന്നു, ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചിരുന്നതാണെങ്കിൽ കാഹളം ധനിക്കുമ്പോൾ ആ ശരീരം ഉയർക്കുമെന്ന്. അതായത് ദൈവത്തിന്റെ ആത്മാവിനെ മറികടന്നുകൊണ്ട് തട്ടാന്റെ അടുക്കൽ ചെന്ന് നിന്ന് നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ പൂർത്തീകരിച്ചതാണെങ്കിൽ പൊങ്ങോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്നാ പറയാനാ?
അങ്ങനെ ആ ഒരു സമർപ്പണത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടന്നതാണ് പൊങ്ങിപ്പോകുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ പറന്നു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാം, പോകാതിരിക്കാം, ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഞാണിമേ കളി കളിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഇനി നാളെ നിങ്ങൾ പറയില്ലല്ലോ പാസ്റ്റർ പിടിച്ച പിടിയാലെ ഞങ്ങളെ പിടിച്ചു നിർത്തി എന്നൊന്നും പറയില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണേലും കാണിക്കാം. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം പറയാണ്, യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തട്ടാന്റെ അടുക്കൽ കൊണ്ടുപോകുമെങ്കിൽ എപ്പോഴെങ്കിലും എന്നോടും കൂടി ഒന്ന് പറയണം കേട്ടോ ആ ആലോചനയെ കുറിച്ച്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ആലോചന തന്നു. പാസ്റ്ററെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ തളച്ചിടാൻ വേണ്ടി കുറെ മാനുഷിക ഉപദേശങ്ങളുമായിട്ട് വന്നവനല്ലേ താങ്കൾ എന്ന് വേണേ പറഞ്ഞു എന്നോട്, കുഴപ്പമില്ല. അപ്പൊ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറയുമല്ലോ, മാനുഷിക ഉപദേശമാണ്, പൗലോസിന്റെ തോന്നലാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നത്. പൗലോസിന്റെ തോന്നലാണോ? അപ്പൊ പൗലോസിന്റെ തോന്നലൊന്നുമല്ല, ലേവ്യ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു നിഴലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പുതിയ നിയമത്തിലെ വാക്യങ്ങൾ തീർന്നോ? ഇല്ല. ഫിലിപ്പ് ലേഖനം 2:12 എന്താ പറഞ്ഞേ? രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. ഗലാത്യ ലേഖനത്തിലേക്ക് വന്നപ്പോ എന്താ കണ്ടത്? അവനാൽ ഞാൻ ലോകത്തിന്, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നപ്പോ എന്താ കണ്ടത്? പ്രവാസകാലം ഭയത്തോടെ കഴിക്കണമെന്ന്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ വാക്യം ഏതാ? മറ്റേ പുള്ളിക്കാരൻ അലറുന്ന സിംഹം പോലെ കറങ്ങുന്നുണ്ട്, ചിലപ്പോ ഛർദിച്ചത് ഭക്ഷിപ്പിക്കും പുള്ളി. ഛർദിച്ചത് പുള്ളിക്കാരൻ ഭക്ഷിപ്പിക്കും. അതിനുള്ള ടെക്നിക്ക് പുള്ളിയുടെ കയ്യിലുണ്ട്. പുള്ളി പല ഇലകളൊക്കെ കാണിച്ച് നമ്മളെ കൊണ്ടുപോയി ഭക്ഷിപ്പിക്കും. എന്നതാ? ഛർദിച്ചത്. അപ്പൊ അതിനൊക്കെ ഇട വരാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ താണുകൊള്ളുക, ദൈവസന്നിധിയിൽ താണുകൊള്ളുക. ഒരു കാര്യം കൂടെ ഈ അവസാന സമയത്തൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് കഴിഞ്ഞുപോയ ആഴ്ചകളിലാണല്ലോ ഈ ആഭരണ വിരോധമോ ആഭരണ ധാരണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തിജ്വലിച്ചു വന്നത്. അങ്ങനെ കത്തിജ്വലിച്ചു വന്നപ്പോൾ ബഹുഭൂരിപക്ഷം പേരും അതിനെ അനുകൂലമാക്കി വന്നപ്പോൾ ചിലരൊക്കെ വിയോജിച്ചു വന്നു. അങ്ങനെ വിയോജിച്ചു വന്ന കൂട്ടത്തില് കൊല്ലം ജില്ലക്കാരിയായ ഒരു സഹോദരി തന്റെ പടമാണോ ആരുടെ പടമാണോ ഒരു പടമൊക്കെ വെച്ചിട്ട് കുറെ നീണ്ട എഴുത്തുകളൊക്കെ ഇങ്ങനെ എഴുതി വരികയായിരുന്നു. ആഭരണ വിരോധിയാണ് താൻ എന്നുള്ള നിലയിലാണ് അവരിങ്ങനെ വരുന്നത്. ഏതോ പാരമ്പര്യ പെന്തിക്കോസ് സഭയിലുള്ള സഹോദരിയാണ്. അപ്പോ പുള്ളിക്കാരി അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നത്. അപ്പൊ എനിക്ക് ആ സഹോദരിയുടെ കാര്യപരിപാടി പ്രഥമ ദൃഷ്ടിയ നോക്കിയപ്പോ തന്നെ മനസ്സിലായത് ഇത് ഹൃദയത്തിൽ തട്ടിയൊന്നും അല്ല ഈ വർത്തമാനമൊക്കെ പറയുന്നത്. ഇത് ചുമ്മാ ഒരു ലീഗലിസം മാത്രം, അല്ലാതെ ഈ വചനത്തിന്റെ ആഴങ്ങളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല എന്ന് എനിക്ക് ഒരു ബോധ്യം വന്നു. ചില സമയത്ത് നമുക്ക് ചിലതൊക്കെ കണ്ട ഒരു വേദനം വരുവേ. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഈ പുള്ളിക്കാരി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഭയങ്കര ഉപദേശത്തിൻ്റെതായ കാര്യങ്ങൾ കെട്ടഴിച്ചു വിടുകയാണ്. അങ്ങനെ കെട്ടഴിച്ചു വിടുന്ന കൂട്ടത്തില് സുവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്യുകയാണ്. അതായത് മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും. ആ രണ്ട് സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യം, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിനെ പുള്ളിക്കാരി പറഞ്ഞു കൊണ്ടുവരുന്ന ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. അതായത് ഈ ന്യൂജൻ ഗ്രൂപ്പുകൾ പറയുന്ന പോലെ അങ്ങ് പച്ചയ്ക്ക് പച്ച പറയല്ല, അല്ലാത്ത രീതിയിൽ അങ്ങനെ തന്നെ പറഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ ആ സഹോദരിക്ക് ഒരു ബുദ്ധിപദേശം പറഞ്ഞു. അതായത് സഹോദരി, ഈ കാര്യം ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. യാചിപ്പിൻ എന്നുള്ളൊക്കെ ആ വാക്യത്തിന്റെ അർത്ഥം ഈ നിലയിലല്ല നമ്മൾ പറയേണ്ടത്. അത് ഭൗതികമായ കാര്യങ്ങളുമായി കണക്റ്റഡ് അല്ല. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിലും അതിന്റെ വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പം ആ നിലയിൽ തന്നെ പറയണം, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, തെറ്റായ വഴിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ. കാരണം സഹോദരി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആഭരണ വിരോധത്തിന് വേണ്ടി ദ്വന്ദ്വ യുദ്ധം തന്നെ, മല്ലയുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സഹോദരി അനേകരുടെ ഹൃദയത്തിലേക്ക് ഇപ്പൊ ചേക്കേറി കഴിഞ്ഞു. സഹോദരി ഒരു ഝാൻസി റാണി തന്നെയാണ്. അതേ കിത്തൂർ റാണി ചെന്നമ്മയാണോന്ന് അറിയില്ല. ആ രീതിയിലൊക്കെ ചിന്തിച്ച മഹാന്മാര് കാണുമായിരിക്കാം. വിവേചനത്തിന്റെ ആ ഒരു മേഖലയൊന്നും പലർക്കും ഇല്ലല്ലോ. ഓക്കെ, ഈ പറഞ്ഞതൊന്നും ഇത്രയൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ലളിതമായിട്ട് 2-3 സെന്റൻസേ ഉള്ളൂ. മറുപടി എങ്ങനെയാണെന്നറിയാവോ? മറുപടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ഡിതന്മാരെ ഒന്നും അല്ല പഠിപ്പിക്കുന്നത്, സാധാരണ മനുഷ്യരെയാണ് പഠിപ്പിക്കുന്നത്. അതായത് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ള ആ ഒരു നിലയിലാണ് പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ ആ സഹോദരിക്ക് ഒരു ചെറിയ ബുദ്ധിപദേശം പറഞ്ഞു. സഹോദരിക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കാനല്ല ഇത് പറഞ്ഞത്. അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. ശരിയായ ഒരു ദിശയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഒരു തിരുത്തൽ ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് നല്ല മനസ്സോടുകൂടി അത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെ വിട്ടേക്കുക എന്ന് പറഞ്ഞു. അത് അവിടെ കൊണ്ടങ്ങ് അവസാനിച്ചാൽ മതി. പക്ഷെ അതേലും ചാടിക്കേറി പിടിച്ചിട്ട് വർദ്ധിത വീര്യത്തോടു കൂടി ഭയങ്കര തുള്ളല് തുള്ളി, ചെറുതായിട്ടൊന്ന് തുള്ളി. ഈ സഭായോഗത്തിൽ അവിടെ കിടന്ന് തുള്ളുന്ന തുള്ളലല്ല, ഇതല്ലാത്തൊരു തുള്ളല. അതിന് മലയാളത്തിൽ പറഞ്ഞ ഉറഞ്ഞു തുള്ളുക എന്നൊക്കെയുള്ള രീതിയിൽ വേണേ കൂട്ടാം. അങ്ങനെ ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ വന്നു. നന്നായിട്ട് തുള്ളി തുള്ളി വന്നപ്പോ ഞാനുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. നിങ്ങൾ ഈ ആഭരണ വിരോധവുമായി ബന്ധപ്പെട്ട് എഴുതിക്കൊണ്ടുവന്ന ആദ്യത്തെ എഴുത്തുകൾ, കാര്യങ്ങൾ, പരിപാടികൾ, പോസ്റ്റുകളെല്ലാം കണ്ടു തുടങ്ങിയ മാത്രയിൽ തന്നെ നിങ്ങളെ ഞാൻ വിവേചിച്ചതാണ്.
അത് ആ സഹോദരിയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഒത്തിരി പേരോടുള്ള ബന്ധത്തിൽ പറയാം. ഈ ആഭരണം ധരിക്കുന്നില്ലെന്നും ഞങ്ങൾ ആഭരണ വിരോധത്തിന് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പല ആൾക്കാരെയും അടുത്ത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ഈ സഹോദരിയുടെ ഞാൻ ഡയറക്റ്റ് പറഞ്ഞെന്താണെന്നറിയാവോ? സഹോദരി, നിനക്ക് താഴ്മ എന്ന് പറയുന്ന അശേഷമില്ല, നിന്നിൽ നിഗളത്തിന്റെ സ്പിരിറ്റാണ്. നിനക്ക് യാതൊരു വിധേയത്വമില്ല, ഞാൻ എന്ന ഭാവമുണ്ട്, തനിക്ക് തന്നെ ജ്ഞാനി എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മിൽ ചെറിയവനാകട്ടെ വലിയവനാകട്ടെ നമ്മോടൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് പ്രസക്തമായ കാര്യമാണ്, അതിനകത്ത് കാമ്പുണ്ട് കഴമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, പരിശോധിക്കാം, പരിഗണിക്കാം എന്നല്ലേ പറയേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നതിലെ ഒരു സഹോദരൻ, ആ സഹോദരൻ എന്നേക്കാൾ എത്രയോ പ്രായം കുറവാ, ഞാൻ എത്രയോ വർഷമായി ശുശ്രൂഷയിൽ സഞ്ചരിക്കുന്നയാളാ. അവൻ ഇന്ന് എന്നോട് ഒരു തിരുത്ത് പറയാണ്, പാസ്റ്ററെ, നമ്മുടെ അതിനകത്തായി എഴുതിയിരിക്കുന്ന കമന്റ്, അത്തരത്തായിട്ടുള്ളൊരു കമന്റ് നമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം പാസ്റ്റർക്കും എനിക്കും അറിയാം, പക്ഷേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മീശയൊന്നും ഞാൻ പിരിച്ചു കാണിച്ചില്ല. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവന്റെ ബുദ്ധിയൊന്നും അല്ലാതെ. അവൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവനും തിരുത്തിക്കോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ഉപയോഗിച്ചതാണ്, കൃത്യമായി ഉപയോഗിച്ചതാണ്. അതിന്റെ കാരണം എന്നാ? ഉദയജീവിലെ കേമന പ്രസംഗമൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട്, 4 ആൾ അറിയുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് വലിയ ഉദ്ദേശിയാണേലും ആ ഉദ്ദേശി മനുഷ്യനാണ്. ക്ഷണനേരം കൊണ്ടൊക്കെ ചിലപ്പോ ഇടപെട്ടു പോവും, അപ്പൊ പാളിച്ചകൾ വരാം. പരിശുദ്ധാത്മാവ് തിരുത്തലുകളെ കൊണ്ടുവരുമ്പോൾ നല്ല മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കണം. അവിടെ ഞാനെന്ന ഭാവമൊന്നും പാടില്ല. അവനത് എന്നോട് പറയുമ്പോൾ ഞാൻ അവിടെ എനിക്കൊരു വലിപ്പ വ്യത്യാസം പോലും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എന്നോട് പറഞ്ഞ സഹോദരനെ കുറച്ചുകൂടെ വലിപ്പത്തിലാ കണ്ടത്, ഞാൻ കുറച്ചുകൂടെ ചുരുങ്ങിപ്പോയി അല്ലേ? കേമനായ ഉദ്ദേശി കുറച്ചുകൂടെ ചുരുങ്ങിപ്പോയി, ചെറുതായിപ്പോയി. അങ്ങനെ ചെറുതാകാൻ ദൈവം അനുവദിക്കും. ഉപദേശിമാരെയൊക്കെ ചെറുതാകാൻ ദൈവം അനുവദിക്കും. എന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ പറഞ്ഞ ആ കേമിയായ പെന്തിക്കോസുകാരി പറയുന്നത്, യാചിപ്പീൻ എന്നാൽ കിട്ടുമെന്ന്. എന്നത് കിട്ടുമെന്ന്? എന്ത് കിട്ടുമെന്നാ ഈ പറയുന്നത്? അത് പറയാനും പഠിപ്പിക്കാനും ഉള്ള ശേഷി ഇല്ലാത്തവരാണോ നമ്മള്? നല്ല ശേഷിയുള്ളവരല്ലേ? അതുകൊണ്ടല്ലേ ഉറപ്പിച്ചു പറഞ്ഞത്, സഹോദരി ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം, അത് അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോ കാതിലും കഴുത്തിലും ഒന്നുമില്ലാത്ത സഹോദരി ചീറി. അങ്ങനെ ചീറി എടുക്കരുത്. ഇന്ന് നമ്മൾ കാണുന്ന പെന്തക്കോസ്ത് ലോകത്തിലെ ഈ കാതിലും കഴുത്തിലും ഇല്ലാത്ത ബഹുഭൂരിപക്ഷവും ഇതുപോലെ ഈറ്റപ്പുലി പോലെ ചീറ്റി വരും. ചീറ്റൽ ഭയങ്കരമായിരിക്കും. കണ്ടിട്ടില്ലേ ചീറ്റൽ? അങ്ങനെയൊക്കെ ചീറ്റല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? നമുക്ക് കുറെ വാക്യമായിട്ട് വന്നിട്ട് മാലയിടണ്ട, കമ്മലിടണ്ട എന്നൊക്കെ പറഞ്ഞ് പോയാ പോരെ? വളരെ വിസ്തരിച്ച് അങ്ങ് ബോട്ടം ലെവലിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാ? നമുക്കറിയാമെന്നേ, ഇന്നിന്റെ പെന്തിക്കോസ്തിൽ ബഹുഭൂരിപക്ഷവും ഉടയപ്പെട്ടതല്ല, കാതിലും കഴുത്തിലും ഇല്ലെന്നേ ഉള്ളൂ, ഉടയപ്പെട്ടതല്ല. അതേസമയം എനിക്ക് ഈ ആഭരണമൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി സഹോദരിമാരെ അറിയാം. നല്ല തങ്കപ്പെട്ട മനസ്സിനുടമകളാണ് അവര് ഈ കാര്യത്തിൽ അജ്ഞരാണ്. അവർക്കൊരു തോന്നലുണ്ട്, സജി പാസ്റ്റർ പരീക്ഷനാണ്, സജി പാസ്റ്റർ ചുമ്മാ കാലകരണപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളുടെ സജി പാസ്റ്റർ ഈ ഒരു കാര്യത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവര് ചിന്തിക്കുന്നത്. നമുക്ക് ഇത്രയേ ഉള്ളൂ ചിന്ത, നമുക്ക് അവരെ കുറിച്ചുള്ള ചിന്ത ഇത്രയേ ഉള്ളൂ. അവരൊക്കെ നല്ല മനുഷ്യരാണ്. പക്ഷേ ഈ സമർപ്പിത ജീവിതത്തെ കുറിച്ച് തുടർന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ലേവ്യ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട്, അതൊന്നും ഈ സാധുക്കൾ ജീവിതത്തിൽ കേട്ടിട്ട് പോലുമില്ല. ഞാൻ തറപ്പിച്ചാ പറയുന്നേ, എന്റെ വാത്സല്യ സഹോദരിമാരോട് ഞാൻ തറപ്പിച്ച് പറയാം, നിങ്ങൾ ജീവിതത്തിൽ കേൾക്കാത്ത കാര്യം നമ്മൾ പറയും അടുത്ത ദിവസം. നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് ഉറപ്പിച്ചല്ലേ പറയുന്നത്, ഉറപ്പിച്ചാ പറയുന്നത്. പക്ഷെ നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങളുടെ സംസാരങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ എത്രയോ താഴ്മയാണ്. ക്രിസ്തു ഭാവം കാണുന്നു, കുലീനത്വം കാണുന്നു. എന്റെ മനസ്സിൽ ഒത്തിരി സഹോദരിമാർ ഓടി വരുന്നു. ആ സഹോദരിമാരോടൊക്കെ ഞാൻ പറയാണ്, സഹോദരി, യാചിപ്പിൻ എന്നാൽ അന്വേഷിപ്പിൻ, മുട്ടുപീൻ എന്നൊക്കെയുള്ള ആ വാക്യത്തിന്റെ അർത്ഥം ഈ ലോകത്തിൽ എന്തെങ്കിലും കാര്യമായിട്ട് കണക്ട് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മുട്ടുകുത്തി അത് സ്വീകരിക്കും. അപ്പൊ ഈ വിഷയമൊക്കെ പറയുമ്പോൾ ഇതിന് 2 വശമുണ്ട് കേട്ടോ, 2 വശമുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നതിലെ ബഹുഭൂരിപക്ഷം വെറുതെ ഊരിയതാ, കാതിന്നും കഴുത്തിന്നും വെറുതെ ഊരിയതാ. അത് യഥാർത്ഥ സമർപ്പണത്തിൽ ഊരിയതല്ല, ലീഗലിസം നിമിത്തം ഒരു കൽപ്പനാവാദം. ഊരിയില്ലെങ്കിൽ പെന്തിക്കോസിൽ നിൽക്കാൻ പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് ഊരിയവരാണ് നല്ലൊരു ബന്ധു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഊരിയവരാണ് നല്ലൊരു ബന്ധു. അല്ലാതെ തകർന്നെന്നുറങ്ങിയ ഹൃദയത്തോടെ ആ ഒരു സമർപ്പണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്
അങ്ങനെയൊക്കെ വന്നവർ കുറവാന്നേ. അങ്ങനെ വന്നവരുടെ ജീവിതം, അവരുടെ സംസാരം, ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകളിൽ എല്ലാത്തിലും ആ ഹൃദയ തകർച്ച കാണാം, ക്രിസ്തുഭാവം കാണാം, അതെല്ലാം കാണാം. അതൊന്നുമില്ലാതെ കാതുമില്ല കഴുത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വാ, നമുക്ക് അന്നേരം കാണാൻ ബാക്കി. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഇത്തരക്കാരെല്ലാം ലജ്ജിച്ചു പോകും. ഹൃദയം നുറുങ്ങിയവർക്ക് മാത്രമേ യഹോവ സമീപസ്ഥൻ, കാതിലും കഴുത്തിലും ഇല്ലാത്തവർക്ക് യഹോവ സമീപസ്ഥൻ എന്നൊരു വാക്കില്ല. ഹൃദയ നുറുക്കമില്ലാത്ത ആർക്കും യഹോവ സമീപസ്ഥൻ അല്ലെന്നുള്ളത് ഓർത്തോ. ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം നമ്മെ നുറുക്കണം, ആ വചനം നമ്മെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരണം. നമ്മെ വിളിച്ചിരിക്കുന്നത് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ്. താഴ്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ്, അല്ലേ? താഴ്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ്. ആ വിധേയത്വം, ആ സമർപ്പണം, ആ ഏൽപ്പിച്ചു കൊടുക്കൽ, അടിയറിയതാ, ആ പാനപാത്രത്തിന്റെ മട്ടുവരെ കുടിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു അനുഭവം. നമ്മൾ ഇന്ന് ആമുഖത്തിൽ എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞത്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകേണ്ടതാണ്. അങ്ങനെ അനവധി കാര്യങ്ങൾ കണ്ടു കേട്ടാണ് നമ്മുടെ ഇന്നത്തെ കൂടിവരവ് അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന കാര്യങ്ങൾക്കെല്ലാം ഗൗരവമുണ്ട്, വളരെ ഗൗരവമുണ്ട്. ഇനിയും ഗൗരവമുള്ളൊരു കാര്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ. കർത്താവ് വരാൻ താമസിച്ചാൽ വീണ്ടും നമ്മൾ കാണും. അവിടെ നിന്ന് അനുവദിച്ചാൽ നാളെ നമ്മൾ ഇതേ വിഷയത്തിന്റെ അതേ കണ്ടിന്യൂവേഷനിലേക്ക് നമ്മൾ എത്തും. അതുവരെ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം, പ്രാർത്ഥനയോടെ പിരിയാം, പ്രാർത്ഥനയോടെ കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.